പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദുന്യ സലാസത്തുൻ, ദുന്യാവ് മൂന്ന് ദിവസങ്ങളേ ഉള്ളൂ. അദ്ദുന്യ സലാസത്തു അയ്യാം, ഇഹലോക ജീവിതം 3 ദിവസം മാത്രമാണ്. ഇമ്മാ അംസി ഫഖദ് ദഹബ ബിമാ മള, ഒന്ന് ഇന്നലെയായിരുന്നു. ആ ഇന്നലകളിൽ ചെയ്തിട്ടുള്ളതാകുന്ന ഏതെല്ലാം നന്മകളുണ്ടോ തിന്മകളുണ്ടോ അതുമായി അത് പോയിട്ടുണ്ട്. രണ്ടാമത്തത് ഇപ്പോൾ നിലകൊള്ളുന്ന ദിവസമാണ്. ഫൽയൗം, ഇപ്പോൾ നിലകൊള്ളുന്ന ദിവസം. ഫഅമൽ ഫീഹി, അതിൽ നീ നല്ലതുപോലെ അമൽ ചെയ്തു മുന്നേറണം. മൂന്നാമത്തത് വഅമ്മ ഗദൻ, നാളത്തെ പ്രഭാതം പ്രതീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഫലഅല്ലഹു ലാ യുദ്രിക്, ചിലപ്പോൾ അത് നിനക്ക് എത്തിക്കുകയില്ല ആ ദിവസം, അത് നീ ഓർക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, വലിയ അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കാണ് ബഹുമാനപ്പെട്ടവർ നമുക്കത് പറഞ്ഞു നൽകിയത്. ശരിക്കും ശ്രദ്ധിക്കണം എല്ലാവരും. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അപ്പോൾ 3 ദിവസങ്ങളെയാണ് ബഹുമാനപ്പെട്ടവർ പരിചയപ്പെടുത്തിയത്. ശരിക്കും ശ്രദ്ധിക്കണേ. ഒന്ന് ഇന്നലത്തെ ദിവസം. കഴിഞ്ഞുപോയ ഇന്നലകളെക്കുറിച്ച് ഇനി പരിഭവിച്ചിട്ട് കാര്യമില്ല. ഈ സദസ്സിൽ നിലകൊള്ളുന്ന സഹോദര സഹോദരിമാർ 30, 40, 50, 60, 70 വയസ്സെത്തിയവരുണ്ടാവും. പ്രായം ചെന്ന ഉപ്പമാരുണ്ടാകും, ഉമ്മമാരുണ്ടാകും, സഹോദര സഹോദരിമാരുണ്ടാകും, ചെറുപ്പക്കാരുണ്ടാകും, യുവതികളുണ്ടാകും. എല്ലാവരും ശ്രദ്ധിക്കാൻ. ഇന്നലകളെക്കുറിച്ച് ഇനി പരിഭവിച്ചിട്ട് കാര്യമില്ല. ഫഖദ് ദഹബ ബിമാ ഫീഹി, ആ കഴിഞ്ഞു പോയതാകുന്ന പ്രവർത്തനങ്ങളുമായി ആ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. വഅമ്മാ ഗദൻ, നാളത്തെ പ്രഭാതത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നീ നിലകൊള്ളേണ്ടതില്ല. കാരണം ഫലഅല്ലഹു ലാ യുദ്രിക്, ഒരുപക്ഷെ നാളത്തെ പ്രഭാതം നിനക്ക് എത്തിക്കുകയുമില്ല. അതുകൊണ്ട് നാളെ അതിനുവേണ്ടി നീ ഒരുക്കു മുതൽ കൂട്ടേണ്ടതില്ല. ഫൽയൗം, ഇന്നത്തെ ദിവസം, ഇപ്പോൾ നിലകൊള്ളുന്ന നിന്റെ തൊട്ട് മുമ്പിലുള്ളതാകുന്ന സമയവും സന്ദർഭവും സെക്കൻഡുകളും മണിക്കൂറുകളും മിനിറ്റുകളും ഫഅമൽ ഫീഹി, അതിൽ നീ അമൽ ചെയ്ത് മുന്നേറണേ എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെയായിരുന്നു മുൻഗാമികളാകുന്ന മഹത്തുക്കൾ അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിരുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, മഹാന്മാർ, അവരവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിരുന്നത് ആ നിലയ്ക്കായിരുന്നു. കാരണം കളിതമാശകൾ പറഞ്ഞിരിക്കാൻ സമയമില്ല, സന്ദർഭമില്ല എന്നവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നു. അവരുടെ ജീവിത ചിട്ടകൾ കൊണ്ട് തന്നെ അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കാൻ ഇക്കാലഘട്ടത്തിലേതാകുന്ന യുവതി യുവാക്കളെ പോലെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും എന്ന് വേണ്ട യൂട്യൂബ് അടക്കമുള്ള നവമാധ്യമങ്ങളിൽ സമയങ്ങൾ മുഴുവനും കുഴിച്ചു മൂടാൻ മുൻഗാമികൾ തയ്യാറായിരുന്നില്ല. ബോധമുള്ള ഒരാളും അതിനുവേണ്ടി നിലകൊള്ളുകയുമില്ല. നമ്മൾ ഇന്ന് സമയങ്ങളെ മുഴുവനും അത്തരത്തിലുള്ളതാകുന്ന അപജയങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടു എന്നുള്ളത് വസ്തുതയാണ്. അള്ളാഹു നമുക്ക് പൈതൃകം മുറുകെ പിടിച്ച്, ഇസ്ലാമികമാകുന്ന ആദർശം മുറുകെ പിടിച്ച് പഴമയിലേക്ക് തിരിച്ചു പോകാൻ, ആത്മീയപരമാകുന്ന ജീവിതം നയിക്കാൻ മഹാനുഭാവന്റെ ഉറൂസ് കൊണ്ട് സാധ്യമാക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി തുടക്കത്തിൽ തന്നെ ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, മഹാനുഭാവന്റെ ഉറൂസോടനുബന്ധിച്ച് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരെത്തിപ്പെട്ടത് ഏത് നിലയ്ക്കാണ്, ഏത് രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് അവർ പോയത് എന്നുള്ളത് നമ്മൾ പഠിക്കുകയും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യൽ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ വളരെ പ്രയാസകരമാവും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് എൻ്റെ 2 ചുമലിലേക്ക് അവിടുന്ന് കൈവച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യബ്ന ഉമർ ഇദാ അസ്ബഹത ഫലാ തന്തളിരിൽ മസാ وإذا أمسيت
فلا تنتظري صباح. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ രണ്ട് ചുമലിലേക്ക് കൈവച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, അല്ലയോ ഇബ്നു ഉമറേ, ഇദാ അസ്ബഹത ഫലാ തന്തളിരിൽ മസാ. നീ പ്രഭാതത്തിലായാൽ പ്രദോഷത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല കേട്ടോ. വൈകുന്നേരം വരെ ജീവിച്ചിരിക്കുമെന്നുള്ള ചിന്ത നിന്റെ മനസ്സിലുണ്ടാവരുതേ. ഏത് സെക്കൻഡും നീ മരണപ്പെട്ടേക്കാം, അടുത്ത മിനിറ്റുകൾ ഞാൻ മരണം വരിച്ചേക്കാമെന്നുള്ള ചിന്തയിൽ മാത്രമാണ് നീ ജീവിക്കേണ്ടത് ഇബ്നു ഉമർ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വഇദാ അംസൈത ഫലാ തന്തളിരി സബാ. പ്രദോഷമായാൽ പ്രഭാതത്തെയും പ്രതീക്ഷിക്കേണ്ടതില്ല, വൈകുന്നേരമായാൽ രാത്രിയായാൽ മഗ്രിബ് നമസ്കാരം നിലനിർത്തണേ. അതിനുശേഷമുള്ള സുന്നത്തുകളെ ശ്രദ്ധിക്കണേ. പരിശുദ്ധമായ ഇശാ നീ ശ്രദ്ധിക്കണേ. സുന്നത്തുകൾ കൃത്യമായി അനുഷ്ഠിക്കണേ. ഇബാദത്തുകൾ കണിശത വെച്ചുകൊണ്ട് നിലകൊള്ളണേ. ഫലാ തന്തളിരി സബാ. പ്രദോഷമായാൽ പ്രഭാതത്ത് നീ പ്രതീക്ഷിക്കേണ്ടതില്ല. കിടക്ക വിരിച്ചു ഉറങ്ങുന്ന നീ നേരം വെളുപ്പിക്കുമെന്ന് നീ കരുതേണ്ടതില്ല. ഏത് സമയത്തും ഏത് സെക്കൻഡിലും അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് നിന്റെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകാം അബ്ദുള്ള. അതുകൊണ്ട് ആഖിറത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകണേ. ഒരിക്കലും നീ പ്രഭാതത്തിലായാൽ പ്രദോഷത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല, പ്രദോഷമായാൽ പ്രഭാതത്തെയും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇദാ അംസൈത ഫലാ തന്തളിരി സബാ. എത്ര വലിയ വാക്യമാണ് ചെറിയ മകനാകുന്ന അബ്ദയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനെ നോക്കിക്കൊണ്ട് മുത്തുനബി വീണ്ടും പറയുകയാണ്, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. അല്ലയോ അബ്ദുള്ള, നീ നിന്റെ ശരീരത്തെ എണ്ണേണ്ടത് ഖബറാളികളുടെ കൂടെയാണ്. അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവനാണെന്നുള്ള ബോധം നിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണേ. പാലോട്ട് പള്ളിയുടെ ഖബർസ്ഥാനിൽ അടുത്ത സെക്കൻഡിൽ ഞാൻ വന്നുകൊണ്ട് അടങ്ങേണ്ടവനാണ്. നേരം പുലരുന്നതിന് മുമ്പ് എന്റെ ജനാസ ഇവിടെ കിടക്കുമേ എന്നുള്ള ചിന്ത നമുക്കുണ്ടോ മുസ്ലിമേ, മുസ്ലിമത്തെ? മോശമാകുന്ന ചുറ്റുപാടുകളിൽ ജീവിച്ചു പോകുന്നവരല്ലയോ ഖബറിനെ കുറിച്ച് ചിന്തിക്കാതെ, ആഖിറത്തെ കുറിച്ച് ചിന്തിക്കാതെ മോശമായ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്നവരല്ലയോ നമസ്കാരങ്ങൾ ചിട്ടവെക്കാൻ തയ്യാറാവാത്തതായ യുവാക്കളല്ലയോ, യുവതികളല്ലയോ? എത്ര ആളുകളാണ് നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്നവർ? ഇന്നത്തെ ഒരു 5 വഖത്ത് നമസ്കാരം തന്നെ കൃത്യമായി ചിട്ടവെച്ചവർ നമുക്ക് മുന്നിലുണ്ടോ? ആ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ളതാകുന്ന റവാത്തിബ് സുന്നത്തുകൾ ശ്രദ്ധിച്ചവരുണ്ടോ? നമസ്കാരങ്ങളെ ജമാഅത്ത് ശ്രദ്ധിച്ച പുരുഷന്മാരുണ്ടോ? അതിൽ തന്നെ കൃത്യമായി അവ്വൽ വഖത്ത് ശ്രദ്ധിച്ചവരുണ്ടോ? ഇമാമിന്റെ വലതു ഭാഗത്ത് 1ാമത്തെ സഫിൽ നിൽക്കാൻ തയ്യാറായതായ സഹോദരങ്ങളുണ്ടോ? ഇബാദത്തുകൾക്ക് കണിശത വെക്കാതെ പരിശുദ്ധമായ ദീനിൻ്റെതാകുന്ന സംസ്കാരങ്ങൾ മുഴുവനും പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്നവരെ, നാക്കിനടിയിൽ ലഹരി ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന യുവാക്കളെ, സീരിയലടിമപ്പെട്ട ജീവിതം നയിക്കുന്ന സഹോദരി, സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരാ, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ രാത്രിയുടെ യാമങ്ങളിൽ കണ്ടു നിൽക്കുന്നതായ സഹോദരാ, നിനക്കെങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക? നിനക്കെങ്ങനെയാണ് ആഖിറം രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുക? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യാ അബ്ദല്ലാഹ് കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്
ഒരു പരദേശിയെ പോലെ, ഒരു വിദേശിയെ പോലെ വേണം ഈ ദുനിയാവിൽ നീ കഴിയാൻ. പാലോട്ട് പള്ളിയുടെ പരിസരത്ത് നിന്ന് ദുബൈയിലേക്ക് യാത്ര പോയതാകുന്ന പ്രവാസിയില്ലയോ? അബുദാബിയിലേക്ക് പോയവരില്ലയോ? UAE-യിലേക്ക് പോയവരില്ലയോ? ഖത്തറിലേക്ക് പോയവരില്ലയോ? ബഹ്റൈനിലേക്ക് പോയവരില്ലയോ? ഒമാനിലേക്ക് യാത്ര ചെയ്തവരില്ലയോ? സൗദിയിലേക്ക് യാത്ര ചെയ്തവരില്ലയോ? ലോകത്തിന്റെ പല കോണുകളിൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി യാത്ര തിരിച്ചതാകുന്ന പ്രവാസികളില്ലയോ? അവരോട് ചോദിക്കണേ, നിങ്ങളുടെ നാടാണോ നിങ്ങൾക്ക് ലക്ഷ്യം? നിങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ടോ? അവർ ഉറപ്പായി പറയും, വല്ലാഹി സുമ്മ വല്ലാഹി, എനിക്കെന്റെ മട്ടന്നൂരിന്റെ പരിസരത്തുള്ള പാലോട്ട് പള്ളിയുടെ ഖബർസ്ഥാനിൽ പോയി അടങ്ങണം. എനിക്കെന്റെ പാലോട്ട് പള്ളിയൊന്ന് കാണണം. എനിക്കവിടെ ഒന്ന് സിയാറത്ത് ചെയ്യണം. എനിക്ക് ആ പള്ളിയുടെ അകത്തളത്തിൽ 2 റക്അത്ത് നിസ്കരിക്കണം. എത്ര വർഷം കഴിഞ്ഞാലും, 50 കൊല്ലം കഴിഞ്ഞാലും, 100 കൊല്ലം കഴിഞ്ഞാലും ഏത് പ്രവാസിയുടെയും ലക്ഷ്യം നാടാണ്, നാടാണ്. എന്നാൽ ഹബീബായ നബി തങ്ങൾ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അബ്ദുല്ലാ, അതേപോലെ പ്രവാസികൾ അവരുടെ ചിന്ത അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള ചിന്തയുള്ളതുപോലെ നിനക്ക് ഈ ദുനിയാവല്ല യഥാർത്ഥമായ വീട്, ആഖിറമാണ്, ആഖിറമാ. ആ സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ട് ഈ ദുനിയാവിൽ ഒരു വിദേശിയെ പോലെ നീ കഴിയണേ. ഔ ആബിറു സബീൽ, ഔ ആബിറു സബീൽ, കേവലം ഒരു വഴിയാത്രക്കാരനെ പോലെ ഈ ദുനിയാവിൽ നീ ജീവിക്കണേ. അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് ഈ ദുനിയാവിൽ ആഖിറത്തെ നീ നഷ്ടപ്പെടുത്തരുതേ. വഴിയാത്രക്കാരനാണ്, കേവലം ഇവിടെ നിന്ന് നീ യാത്ര തുടരുകയാണ്. ഇനി ദുനിയാവാകുന്ന ലോകത്ത് നിന്ന് ആഖിറത്തിലേക്ക് പോകുന്നവന് കുറഞ്ഞ കാലഘട്ട ജീവിതമാണ് ദുനിയാവ്. 60 70 വയസ്സുള്ള കാലഘട്ടമാണ് ദുനിയാവ്. ഈ കുറഞ്ഞ കാലഘട്ടത്തിന് ശേഷം മരണമെന്ന ലോകത്തേക്ക്, പാരത്രിക ലോകത്തേക്ക് നീ പോകേണ്ടവനാണ്. അവിടെ നിന്ന് യിലേക്ക് തെളിക്കപ്പെടേണ്ടവനാണ്. അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോകേണ്ടവനാണ്. ആ ഒരു ചിന്ത വെച്ചുകൊണ്ട് വേണേ ഈ ദുനിയാവാകുന്ന കുറഞ്ഞ കാലഘട്ടത്തിൽ ജീവിക്കാനെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല. അബ്ദുല്ലാഹി ബിൻ ഉമറിനോട് മുത്തുനബി പറയുകയാണ്, അല്ലയോ അബ്ദുല്ലാ, വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഏത് സെക്കൻഡിലും മരിക്കും, അടുത്ത സെക്കൻഡിൽ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കും. ഈ ചിന്തയിൽ നിന്റെ ശരീരത്തെ നീ എണ്ണണേ. നിന്റെ ശരീരത്തെ ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടതാണെന്നുള്ള ബോധം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവൽ അനിവാര്യമാണ്. എങ്കിലേ മുസ്ലിമേ നന്നാവൂ, എങ്കിലേ നിന്റെ മോശമാകുന്ന എല്ലാ നീചമായ പ്രവർത്തനങ്ങളും നിർത്തൂ. കള്ളു കുടിക്കുന്നവരെ, ലഹരി നുണയുന്നവരെ, മോശപ്പെട്ട സിനിമകൾ കാണുന്നവരെ, സീരിയല് ദർശിക്കുന്ന പെങ്ങളെ, ഹറാമായ തലത്തിലേക്ക് കണ്ണ് കൊണ്ടുപോകുന്നവരെ, കൈകൾ ചലിപ്പിക്കുന്നവരെ, കാലുകളുമായ ഹറാമായ തലത്തിലേക്ക് പോകുന്നവരെ, ഹറാമായത് ചിന്തിക്കുന്നവരെ, എല്ലാ മോശമായ പ്രവർത്തനങ്ങളും നിർത്താനുള്ളതായ ഒരേ ഒരു മരുന്ന്, അത് മരണമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്ക് ഹബീബ് റസൂലുള്ളാഹി. അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നീ നന്നാവും. നിനക്ക് ദുനിയാവ് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള മാർഗമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പറഞ്ഞത്, അക്ഫിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. സർവസുഖങ്ങളും ആസ്വാദനങ്ങളും മുറിച്ചു കളയുന്നതായ, രസാനുഭൂതികളെ ഇല്ലാതാക്കി കളയുന്നതായ മരണത്തെക്കുറിച്ച് അധികമായി ചിന്തിക്കണേ സ്വഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മരണത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കണം, അധികമായി ചിന്തിക്കണം ഹബീബ് റസൂലുള്ളാഹി. അത് സുന്നത്താണ്, പ്രത്യേകം സുന്നത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തഅല്ലിമീങ്ങൾ, ഇൽമു പഠിക്കുന്ന മക്കൾ, ഹിഫ്ദ് പഠിക്കുന്ന മക്കൾ, ദീൻ പഠിക്കുന്ന മക്കൾ, അവരൊഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ മസല ബാധകമാണ്.
അവർ മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ എന്തായി തീരും? പഠിക്കുന്നതിന് തടസ്സമാകും, വിഘാതമാകും. കാരണം മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പഠിക്കാൻ കഴിയൂല. അവരൊഴിച്ച് ബാക്കിയുള്ള നമുക്കെല്ലാവർക്കും നിർബന്ധമാണ്, സുന്നത്തായ കർമ്മമാണ് മരണത്തെക്കുറിച്ച് അധികമായി ചിന്തിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളിൽ ആര് ചിന്തിക്കുന്നു? മരിച്ചു കിടക്കുന്ന ജനാസയ്ക്ക് മുന്നിൽ പോലും ലൈവ് ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന മക്കളുള്ള കാലഘട്ടം. മരണത്തെക്കുറിച്ച് ഒരു ഭയപ്പാടുമില്ല, ഒരു ഭയപ്പാടുമില്ല അല്ലേ? മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ ജിഫ്രി തങ്ങൾ വന്നാൽ ആ ജിഫ്രി തങ്ങൾ വന്നത് ഇങ്ങനെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരാമീൻ പറയാൻ നമ്മളില്ല. നമുക്കൊരു ഭയപ്പാടുമില്ല, ആഖിറത്തെക്കുറിച്ചൊരു ചിന്തയില്ല, പാപ്പാക്ക് കൊടുക്കേണ്ട ഒരു പ്രാർത്ഥനയെക്കുറിച്ചൊരു ചിന്ത പോലും നമുക്കില്ല. എവിടെ എത്തിപ്പോയി നമ്മൾ? എന്താണ് നമ്മുടെ അവസ്ഥ? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, അയഹ്ശുറുൻ നാസു أيحشر من الناس أحد مع الشهداء يا رسول الله. നബിയേ നബിയേ, ശുഹദാക്കളോടൊപ്പം നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽ നിന്ന് ആരെയെങ്കിലും ഒരുമിച്ച് കൂട്ടുമോ? ശുഹദാക്കളോടൊപ്പം ആരെങ്കിലും ഒരുമിച്ച് കൂട്ടുമോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, നഅം യാ ആയിഷ, ആയിഷ ആയിഷ, ശുഹദാക്കളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമേ. മൻ യദ്കുറുൽ മൗത ഫിൽ യൗമി വൽ ലൈല 20 മറ, എല്ലാ ദിവസവും പ്രഭാതത്തിനും പ്രദോഷത്തിനുമായി 20 പ്രാവശ്യം മരണത്തെ പറ്റി ചിന്തിക്കുന്നവരുണ്ടോ? പകലിൽ 10 പ്രാവശ്യവും രാത്രിയിൽ 10 പ്രാവശ്യവുമായി 20 വട്ടം മരണത്തെ പറ്റി ദിനേന ചിന്തിക്കുന്നവരുണ്ടോ? അവരെ തീർച്ചയായും ശുഹദാക്കളോടൊപ്പം അല്ലാഹു ഒരുമിച്ച് കൂട്ടുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി വബിഹംസത്തിൽ കറാരി അമ്മിൽ മുസ്തഫാ അസദിൽ ഇലാഹി വസയ്യിദ് ശുഹദാഇ. ശുഹദാക്കളുടെ നേതൃത്വമായ ഹംസ റളിയല്ലാഹു അടക്കമുള്ളതാകുന്ന മഹാന്മാരോടൊപ്പം, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിനോടൊപ്പം, ശമ്മാസ് റളിയല്ലാഹു അടക്കമുള്ള മഹാന്മാരോടൊപ്പം, അബ്ദുല്ലാഹി ഇബ്നു ദഹ്ശ് റളിയല്ലാഹു അടക്കമുള്ള മഹാന്മാരോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ജീവിക്കുന്നതായ സഹോദര സഹോദരി, നിന്നെ നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടണമെങ്കിൽ നീ ദിനേന 20 പ്രാവശ്യം മരണത്തെ പറ്റി ചിന്തിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 20 പ്രാവശ്യം മരണത്തെ പറ്റി ചിന്തിച്ചാൽ ശുഹദാക്കളോടൊപ്പം ഒരുമിച്ച് കൂട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ 20 പ്രാവശ്യം മരണത്തെ പറ്റി ഒരു മനുഷ്യൻ ഒരു ദിവസം ചിന്തിച്ചാൽ ആരോടൊപ്പമാണ് നാളെ? ആരോടൊപ്പം? ശുഹദാക്കളോടൊപ്പം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വബിഹംസത്തിൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. ശുഹദാക്കളുടെ നേതാവ് ഹംസ റളിയല്ലാഹു അടക്കമുള്ള മഹാന്മാരോടൊപ്പം അല്ലാഹു ഒരുമിച്ച് കൂട്ടും. മരണത്തെപ്പറ്റി ചിന്തിച്ചാൽ മതി, വേറൊന്നും വേണ്ട, ചിന്തിക്കുക. എത്ര വട്ടം? 20 പ്രാവശ്യം ഒരു ദിവസം. വലിയ അമലാണെന്നർത്ഥം, നിസ്സാരമായി കണക്കാക്കരുത്. ഒരു വട്ടം ചിന്തിക്കും നമ്മൾ, ചിലപ്പോൾ 2 വട്ടം ചിന്തിക്കും, 20 വട്ടം ചിന്തിക്കണം ഒരു ദിവസം. നേരത്തെ സൂചിപ്പിച്ച പോലെ മുത്തല്ലിമീങ്ങളല്ല, അവർക്ക് പഠനത്തിന് തടസ്സമാകും. അവരല്ലാത്തവർ ചിന്തിക്കണം. നാം എല്ലാവരും അങ്ങനെ ചിന്തിച്ചാൽ ഉറപ്പായി നമ്മൾ നന്നാവും. ഉറപ്പാണത്.
അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാകും നമ്മൾ. നമ്മുടെ നിസ്കാരങ്ങളെ ചിട്ട വരും, നമ്മുടെ ഇബാദത്തുകൾക്ക് കണിശത വരും, തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കും. മഹാന്മാരുടെ ജീവിതം പോലെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറാകും. സൽ സ്വഭാവികൾ ഉൾപ്പെടും. ഹറാമായ ഭാഷണം നമ്മൾ നിർത്തും. കറാഹത്ത് പോലും ചെയ്യാതെ ജീവിതത്തിൽ സംശുദ്ധത കൈവരും. അയൽപക്ക ബന്ധങ്ങൾ ശാക്തീകരിക്കും, കുടുംബ ബന്ധങ്ങൾ ശാക്തീകരിക്കും, സമൂഹ ബന്ധങ്ങൾ, ഭാര്യ ഭർത്ത ബന്ധങ്ങൾ, കുടുംബത്തോടുള്ളതാകുന്ന കടപ്പാടുകൾ, മക്കളോടുള്ള കടമകൾ എല്ലാം പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. കാരണം എന്തുകൊണ്ട്? അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്നുള്ള ചിന്തയുണ്ട് നമുക്ക്. അതില്ലാത്തത് കൊണ്ടാണ് ഈ പിണക്കങ്ങളും ഈ വഴക്കും ഈ ദുന്യാവ് വെട്ടിപ്പിടിക്കാനും ഒക്കെ നമ്മൾ ഓടുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അമരണത്തെപ്പറ്റി ചിന്തയില്ലാത്തത് കൊണ്ടാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇസ്നാനി യക്റഹു ഇബ്നു ആദം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇസ്നാനി യക്റഹു ഇബ്നു ആദം. ആദം സന്തതികൾ രണ്ട് കാര്യങ്ങൾ വെറുക്കുന്നുണ്ട് സഹാബ. രണ്ട് കാര്യങ്ങൾ ആദം സന്തതികൾക്ക് വെറുപ്പാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. രണ്ട് കാര്യങ്ങൾ ആദം സന്തതികൾ വെറുക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്ത്, അതിൽ രണ്ട് കാര്യങ്ങൾ വെറുക്കും. ഒന്ന് ഖില്ലത്തുൽ മാൽ. ഹബീബ് റസൂലുള്ളാഹി, സമ്പത്ത് കുറയുക അത് മനുഷ്യന് വല്ലാത്ത വിഷമവും വെറുപ്പും ഉണ്ടാക്കുന്ന സംഗതിയാണ്. പൈസ കുറയുക അത് വലിയ വിഷമമായിരിക്കും, വലിയ പ്രയാസമായിരിക്കും ഏതൊരു വ്യക്തിക്കും. കോവിഡിൻ്റെ സാഹചര്യം ഉണ്ടായ സന്ദർഭത്തിൽ സാമ്പത്തിക ഒരു പ്രയാസം വന്നു, ഞെരുക്കം വന്നു, മാനസികമായി വലിയ തകർച്ചയാണ്. ബാക്കി എല്ലാം ഉണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്, ആരോഗ്യമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ സാമ്പത്തികമായൊരു കുറവ് വരുമ്പോൾ വലിയ പ്രശ്നം തന്നെയാണ്. മനുഷ്യൻ തീരെ വെറുക്കുന്ന സംഗതിയാണ് സമ്പത്ത് കുറയുക എന്ന് ഹബീബ് റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഖില്ലത്തുൽ മാലി അഖല്ലു ലിൽ ഹിസാബ്. എന്നാൽ സമ്പത്ത് കുറയുക എന്നുള്ളത് അവനെ ഏറ്റവും ഹിസാബ് ലഘൂകരിക്കാൻ കാരണമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഹിസാബ് കുറയാൻ ഏറ്റവും കാരണമാണ് എന്ത്? സമ്പത്ത് കുറയുക. ഹബീബ് റസൂലുള്ളാഹി. ഏറ്റവും കുറഞ്ഞ സമ്പത്തുള്ളവർക്കാണ് വിചാരണ വേഗം കഴിഞ്ഞു കിടക്കുക. അങ്ങനെയാണ് ഹദീസിൽ കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാളെ മഹ്ശറയിലേക്ക് ജനങ്ങളെല്ലാവരും വന്നു നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം കടത്തിവിടുന്നത് പാവങ്ങളെയാണ്. പാവപ്പെട്ടതാകുന്ന മുഴുവൻ ആളുകളുടെയും വിചാരണ കഴിഞ്ഞ് അര ദിവസം കഴിഞ്ഞിട്ടേ പണക്കാരാകുന്ന ആളുകളുടെ ഹിസാബ് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് അവരെ കടത്തൂ എന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? ശരിക്കും ശ്രദ്ധിക്കണേ. പണക്കാരായ ആളുകൾ തന്നെ ആരുണ്ട്? സാലിഹീങ്ങളുണ്ട്. നമസ്കാരം ചിട്ട വെച്ചവനാണ്, സക്കാത്ത് കൃത്യമായി കൊടുത്തവരാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ലോകത്തുള്ള സർവ്വ പാവപ്പെട്ടവരും സ്വർഗത്തിൽ കടന്ന് അര ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷമേ പണക്കാർ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കടക്കൂ എന്ന് ഹബീബ് റസൂലുള്ളാഹി. സ്വർഗത്തിൽ കടക്കുന്നവന്റെ കാര്യമാണ്. കടക്കാത്തവന് പണം കൊണ്ട് അഹങ്കരിച്ചവനെ കാലേവാരി ഒറ്റയേറാൻ അവൻ വേറെ വഴിക്ക് വിടും. കടക്കുന്നവന്റെ കാര്യമാണ് പറഞ്ഞത്. ഹദീസ് ദാ കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീൻ ഖബ്ലൽ അഗ്നിയാഇ ബിനിസ്ഫി യൗം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീൻ ഖബ്ലൽ അഗ്നിയാഇ ബിനിസ്ഫി യൗം.
പാവപ്പെട്ടതാകുന്ന ജനകോടികൾ മുഴുവനും അവരുടെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷമേ പണക്കാരാകുന്ന ആളുകൾ അര ദിവസം കൂടി കഴിഞ്ഞിട്ടേ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലെത്തൂ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അര ദിവസമല്ലേ ഉള്ളൂ ഉസ്താദേ, അതൊന്നും വലിയ കാര്യമല്ല. അര ദിവസം എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണോ? അല്ല. 12 മണിക്കൂറല്ലേ ആ പറഞ്ഞത്? അല്ല, 12 മണിക്കൂറല്ല. ഇത് എവിടുത്തെ അര ദിവസ? ആഖിറത്തിൽ അര ദിവസമാണ്. ആഖിറത്തിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 വർഷമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. وَإِنَّ يَوْمًا عِندَ رَبِّكَ كَأَلْفِ سَنَةٍ مِّمَّا تَعُدُّونَ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുക, ആഖിറത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ദുനിയാവിലെ 1000 വർഷമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ. തങ്ങളുടെ റബ്ബിന്റെ അടുക്കലുള്ളതാകുന്ന ഒരു ദിവസമെന്ന് പറയുന്നത് നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന ദുനിയാവിലെ 1000 വർഷമാണ്, 1000 കൊല്ലമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ആ 1000ന്റെ പകുതി എത്രയാണ്? 500 വർഷം. അല്ലാഹ്, അത്രയേ ഉള്ളൂ. 500 വർഷം എവിടെ നിൽക്കണം? മഹ്ശറയിൽ നിൽക്കണം. ആര് കയറിയിട്ടുണ്ട് സ്വർഗത്തിൽ? പാവപ്പെട്ടവർ മുഴുവൻ കയറിയിട്ടുണ്ട്. പണക്കാരായ ആളുകൾ അവരുടെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിൽ എത്തുന്ന ആളുകൾ, സക്കാത്തൊക്കെ കൊടുത്ത് കറക്റ്റായിട്ടുള്ള ആളുകളെ കടത്തുന്നെങ്കിൽ തന്നെ എത്ര നാൾ കഴിയണം? 500 കൊല്ലം കഴിയണം. ബഹുവ 500 ആമിൻ, 500 കൊല്ലമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. എത്ര കൊല്ലത്തെ ഹിസാബായി പറയുന്നത്? 500 കൊല്ലം മഹ്ശറയിൽ നിൽക്കണം. കത്തിച്ചൊലിക്കുന്ന സൂര്യന് തലയ്ക്ക് മീതെ നിന്ന് കത്തിയാള് നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പടച്ചറബ് വിചാരണ ചെയ്യും. 500 കൊല്ലം കഴിഞ്ഞിട്ടേ പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടന്നതിന് ശേഷമേ 500 കൊല്ലം കൂടി കഴിഞ്ഞിട്ടേ പണക്കാര് സ്വർഗത്തിലെത്തൂ. അതുവരെ അവൻ മഹ്ശറയിൽ നിലകൊള്ളണം. ചിന്തിക്കണം നമ്മൾ, എത്ര നാളത്തെ ഹിസാബായി ഇവൻ പറയേണ്ടത്? 30, 40, 50, 60 കൊല്ലം ഈ ദുന്യാവിൽ ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യത്തിന്റെ കണക്ക് പറയാൻ പാവപ്പെട്ടവൻ മുഴുവൻ സ്വർഗത്തിൽ കടന്ന് അതിനുശേഷം 500 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. പണച്ചാക്കുകളെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 500 വർഷത്തെ കണക്ക് പറയാനാ നിൽക്കുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് 50 കൊല്ലത്തെ കണക്കാണ്. അത് പറയാൻ വേണ്ടിയായി നിൽക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് പണം കൂടാൻ വേണ്ടി എന്ത് ചെയ്യണ്ട? വലിയ അത്യാഗ്രഹം പ്രകടിപ്പിക്കണ്ട. ഉള്ളതുകൊണ്ട് റാഹത്തായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. യഥാർത്ഥ പണക്കാരനാരാൻ? ഗിനൻ നഫ്സാണ്. സ്വന്തം ശരീരം, ആത്മാവ്, മനസ്സുകൊണ്ട് സംതൃപ്തി അടയുക. മതി, ഉള്ളതുകൊണ്ട് അൽ ഖനാഅ, ഉള്ളതുകൊണ്ട് സംതൃപ്തി അടഞ്ഞ ജീവിതം. അതാണ് മഹാന്മാര് ജയിച്ചിരുന്നത്. നമ്മൾ ഈ ഉറൂസിലൂടെ മഹാന്മാരുടെ ഭാഗന്ന പൊരുത്തം കാമിച്ചിച്ച് സിയാറത്ത് നടത്തുകയും അവരുടെ ഉറൂസ് കഴിച്ചുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നതാകുന്ന ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ഒരവസ്ഥ അതുണ്ടാവണം. നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുനിയാവ് ഒരുപാട് അത്യാഗ്രഹം പുലരണ്ട. ആവശ്യത്തിന് വേണം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാൻ. നമുക്ക് മാത്രമല്ല, മക്കളുടെ, ഭാര്യ, കുടുംബത്തിന്റെ കാര്യങ്ങൾ, ചെലവുകൾ മറ്റൊരാളെ ആശ്രയിക്കാതെ കടന്നു പോകാൻ വേണം. ഇത് 10 തലമുറയ്ക്കുണ്ടായിട്ടും വീണ്ടും അവൻ ആഗ്രഹിക്കുകയാണ് ഇനിയും ഉണ്ടാവണം, ഇനിയും ഉണ്ടാവണം. അത് വലിയ അപകടം ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഹിസാബ്, വലിയ ഹിസാബ് നേരിടേണ്ടി വരും. വലിയ ഹിസാബ് നേരിടേണ്ടി വരും. അപ്പൊ ഞാൻ തിരിച്ചു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 കാര്യമാണ് ആദം സന്തതികൾ വെറുക്കുന്നത്. ഒന്ന് ഖില്ലത്തുൽ മാൽ, സമ്പത്ത് കുറയുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സമ്പത്ത് കുറഞ്ഞാലോ വഖില്ലത്തുൽ മാലി അഖല്ലു ലിൽ ഹിസാബ്, ഹിസാബ് കുറയാൻ അത് കാരണമായി തീരും. അതവൻ അറിയുന്നില്ല. രണ്ടാമത് മനുഷ്യൻ വെറുക്കുന്നത് വൽ മൗത്ത്, മരണമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. മനുഷ്യൻ വെറുക്കുന്ന കാര്യമാണ്.
മരിക്കുക എന്ന് പറയുന്നത് വലിയ വിഷമമുള്ളതാണ്. ബാക്കി എന്തിനും മനുഷ്യൻ തയ്യാറാവും. മരണമുണ്ട്, നീ അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവനാണെന്നുള്ളതാകുന്ന ഒരു ബോധം ഡോക്ടർമാർ നമുക്ക് നൽകാൻ, വിശ്വാസയോഗ്യമായ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ആളിനെ ഇനി ഈ വെന്റിലേറ്ററിൽ നിറക്കാണ്, കാരണം ഇനി രക്ഷയില്ല, ആളിനി അധികം ഉണ്ടാവൂല, പറയാനുള്ളവരെയും അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോ എന്ന് ഒരു വിളംബരമുണ്ടായാൽ ഉണ്ടാകുന്ന വെപ്രാളം ചെറുതല്ല. മരണത്തെ മനുഷ്യൻ വല്ലാതെ വെറുക്കും. ഹബീബ് റസൂലുള്ളാഹി. എന്നാൽ നബിതങ്ങൾ പറഞ്ഞു, വൽ മൗതു ഖൈറും മിനൽ ഫിത്ന, ഈ ദുനിയാവിൽ ഫിത്ന നിറഞ്ഞ നാശനഷ്ടങ്ങൾ നിറഞ്ഞ ജീവിതത്തേക്കാൾ നിസ്കാരമില്ലാത്ത, നോമ്പില്ലാത്ത, സക്കാത്ത് കൊടുക്കാത്ത, ഹജ്ജില്ലാത്ത, ഉംറയില്ലാത്ത, പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ നിന്റെ സമ്പത്ത് കൊണ്ട് സഹായിക്കാതെ ഈ നിലയ്ക്കുള്ള ജീവിതത്തേക്കാൾ ഏറ്റവും കരണീയമായത് നിനക്ക് മരണമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. ആത്മഹത്യ ചെയ്യാനല്ല, മറിച്ച് നീ മരിക്കലാണ് ഏറ്റവും നല്ലത്. ഈ ദുനിയാവിൽ നീ ഇബാദത്തൊന്നും എടുക്കാതെ ഇങ്ങനെ അലസമായി ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം, ഫിത്ന നിറഞ്ഞ, ഫസാദ് നിറഞ്ഞ ഈ ദുനിയാവിലുള്ള ജീവിതത്തേക്കാൾ കരണീയം മരണമാണ് ഹബീബ് റസൂലുള്ളാഹി. സഹോദരങ്ങളെ, ചിന്തിക്കൻ, ഈ സദസ്സിലുള്ള ഓരോരുത്തരും ചിന്തിക്കൻ, എത്ര വയസ്സായി നമുക്ക് എന്ന് ചിന്തിക്കൻ. ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ 10 വയസ്സ് കുറച്ചൊക്കെ പറയും. നിങ്ങളുടെ വയസ്സ് ആരോടും പറയണ്ട, നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. സാബി സാഹിബേ, വയസ്സാരോടും പറയണ്ട. എന്തായാലും വയസ്സ് ഓരോരുത്തരും അവരവരുടെ വയസ്സ് മനസ്സിൽ വെക്കൻ. നമ്മുടെ ശിഷ്ടകാല ജീവിതം ഇനി എത്ര നാളുണ്ട് എന്ന് നമുക്ക് ആർക്കെങ്കിലും ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും മരണം വരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇക്കാലം അത്രയും ജീവിച്ചിട്ട് എന്ത് അമലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? ഏത് അമല് കൊണ്ട് നമ്മൾ രക്ഷപ്പെടും? നമ്മൾ ചിന്തിക്കാൻ. നമ്മുടെ നിസ്കാരം കണക്ക് നോക്കിൻ, എത്ര നിസ്കാരങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്? വേണ്ട ഒരു 2 റക്അത്ത് നമസ്കാരം കൃത്യമായി റാഹത്തായി റബ്ബിനെ മാത്രം ഓർത്ത് നല്ലതുപോലെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ ഇബാദത്തുകളിലൊക്കെ നമുക്ക് ആശങ്കയല്ലേ? അത് ചെയ്തത് ശരിയായോ, ഇത് ചെയ്തത് ശരിയായോ? ഈ നിലയ്ക്കല്ലേ പോകുന്നത്? സംശയിക്കാൻ പാടില്ലാത്തതാകുന്ന ഹജ്ജിൽ പോലും പലരും സംശയം പ്രകടിപ്പിക്കുകയല്ലേ? ചെയ്തത് ശരിയായോ എന്നുള്ളതാകുന്ന സംശയവുമായി നടക്കല്ലേ? ഏത് അമല നമുക്കുള്ളത്? ചിന്തിക്കാൻ. ഏത് അമല ഉള്ളത്? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ അമലുകൾ ശരിക്ക് കുറഞ്ഞുപോയി എന്നുള്ളത് വസ്തുതയാണ്. കോവിഡിന്റെ സാഹചര്യങ്ങൾക്ക് ഇപ്പുറം എടുത്ത് പരിശോധിച്ച് നോക്കിൻ. അതിന് മുമ്പുള്ള കാലഘട്ടത്തെ അപേക്ഷിച്ച് പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞുപോയി. ഇപ്പൊ പള്ളിയിൽ ജുമായ്ക്ക് തന്നെ ഇല്ല. കാരണം എന്താ? പണ്ട് ഉസ്താദ് പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരണ്ടെന്ന്, അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ വരുന്നില്ല. ജുമാ തന്നെ ഇല്ലാത്തവരായി പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തറക സലാസ ജുമഇൻ ബിഗൈരി ഉദ്രിൻ തബഅ അല്ലാഹു ഫീ ഖൽബിഹി. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബ മൻ തറക സലാസ ജുമഇൻ, ആരൊരുവൻ 3 ജുമഅ ഒഴിവാക്കിയോ, ബിഗൈരി ഉദ്രിൻ, കാരണമില്ലാതെ അകാരണമായിട്ടാണ് ഒഴിവാക്കിയത് എങ്കിൽ, തബഅ അല്ലാഹു ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കാപട്യത്തിന്റെ, കുഫ്രിയത്തിന്റെ സീല് അല്ലാഹു സീല് ചെയ്യുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 3 ജുമഅ കാരണമായി ഒഴിവാക്കിയിട്ടുള്ള സഹോദരങ്ങളുണ്ട് എങ്കിൽ പരിപൂർണമായി തൗബ ചെയ്യണേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് മടങ്ങണേ. ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറാവരുതേ. അകാരണമായി പരിശുദ്ധമായ ജുമഅകളെ നിസ്സാരവൽക്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഇന്ന് കൂടി വരുകയല്ലയോ? കോവിഡിന്റെ കാലഘട്ടത്തിന് ശേഷം ജമാഅത്തുകളെ ശ്രദ്ധിക്കാതെ, ജുമഅകളെ ശ്രദ്ധിക്കാതെ, പള്ളിയിലെ പരിപാടികളെ ശ്രദ്ധിക്കാതെ മോശമാകുന്ന തലത്തിലേക്ക് കണ്ണും കാതും കൊണ്ടുപോയി നടക്കുന്നവരല്ലയോ? എല്ലാം നിസ്സാരവൽക്കരിക്കുന്ന കാലഘട്ടമായി മാറിയില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ കാനൽ അബ്ദു ഇൻദ മൗതിഹി, സക്കറാത്തിന്റെ ഹാലിലേക്ക്, തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തി നിൽക്കുന്നതാകുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ നില
നിലകൊള്ളുകയാണ്. ബഅസല്ലാഹു ഇലൈഹി ഖംസതം മിനൽ മലായിക. അല്ലാഹു സുബ്ഹാനഹു വ തആല 5 മലക്കുകളെ അവന്റെ സവിധത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഒന്നാമത്തെ മലക്ക് അവന്റെ അടുക്കലേക്ക് വരുകയാണ്. ഫയഅതീഹിൽ മലക്കുൽ അവ്വൽ വറൂഹുഹു ഫിൽ ഹുൽഖൂം. 5 മലക്കുകളിൽ ഒന്നാമത്തെ മലക്ക് അവന്റെ തൊണ്ടക്കുഴി റൂഹത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ വല്ലാതെ വിഷമിക്കുന്ന സന്ദർഭമാണത്. ആ സമയത്ത് അവന്റെ അടുക്കലേക്ക് കടന്നു വന്ന് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫയസ്അലു ലഹു, അവനോട് ചോദിക്കുകയാണ് ഐന ബദനുകൽ ഖവി, ഐന ബദനുകൽ ഖവി യബ്ന ആദം, ഐന ബദനുകൽ ഖവി വമാ അളഅഫഹുൽ യൗം. ആദമിന്റെ പൊന്നമോനെ, ആദമിന്റെ പൊന്നമോളെ, എന്ത് പറ്റിയടാ, എന്ത് സംഭവിച്ചടാ, എന്താണ് നിനക്ക് സംഭവിച്ചത്? ഐന ബദനുകൽ ഖവി, നിന്റെ ആരോഗ്യമാകുന്ന ശരീരം എവിടെ പോയി? ആരോഗ്യ ദൃഢഗാത്രനായിരുന്നല്ലോ, നല്ല സിസ്ബായ്ക്കുള്ളതായ വ്യക്തി ആയിരുന്നല്ലോ. വമാ അളഅഫഹുൽ യൗം, ഇന്ന് നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയ സംഗതി എന്താണ്? ഇന്ന് നിനക്ക് അനങ്ങാൻ പറ്റാത്തത് എന്താണെന്ന് ഒന്നാമത്തെ മലക്ക് ആദ്യമായി അവനോട് ചോദിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മറുപടി കൊടുക്കാൻ സാധിക്കുമോ മുസ്ലിമേ? ഇല്ല 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 ഇല്ല. അനങ്ങാൻ പറ്റാതെ കടക്കുകയാണ്. ദുനിയാവിൽ അടിച്ചുപൊളി ജീവിതം നയിച്ചവനാണ്. പ്രവാസ ലോകത്ത് പോയി ഒരുപാട് സമ്പാദ്യമുണ്ടാക്കിയവനാണ്, ഒരുപാട് സമ്പാദ്യമുണ്ടാക്കി കൊണ്ടുവന്നവനാണ്. പക്ഷേ ആ സമ്പാദ്യമൊന്നും ഹലാലായിരുന്നില്ല, ഹറാമായ സമ്പാദ്യമായിരുന്നു. ഈ ദുനിയാവിൽ തന്നെ പല രീതിയിലുള്ള ബിസിനസ് നടത്തിയവനാണ്. അതെല്ലാം ഹറാമായ മേഖലയുമായി ബന്ധപ്പെട്ടവനാണ്. ആ സമ്പത്തെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചവനാണ്. സ്വന്തം മക്കൾക്ക് വിരുന്നൂട്ടിയവനാണ്, ഭാര്യയ്ക്ക് വിരുന്നൂട്ടിയവനാണ്, നാട്ടുകാർക്ക് വിരുന്നൂട്ടിയവനാണ്, കുടുംബക്കാരെ സഹായിച്ചവനാണ്, ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്തവനാണ്. പക്ഷേ അവൻ ആരോഗ്യപരമായി എല്ലാം ക്ഷയിച്ചുപോയി, എല്ലാ കാര്യങ്ങളും നിഷ്ഫലമായി പോയി. കാരണം ഹറാമായ സമ്പാദ്യത്തിലൂടെയാണ് അവന്റെ ജീവിതത്തെ അവൻ ഊട്ടിയത്. നഊദു ബില്ലാഹ്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, മാമിൻ വാലിൻ യലി റഇയതൻ മിനൽ മുസ്ലിമീൻ ഫയമൂതു വഹുവ ഗാശുൽ ലഹും ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. പൊതുസമൂഹത്തിൽ ജീവിക്കുന്നവരെ, പൊതുകാര്യങ്ങൾ ചെയ്യുന്നവരെ, മഹല്ലിന്റെ സാരഥികളടക്കം ശ്രദ്ധിക്കേണ്ട വചനമാണ്. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, മാമിൻ വാലിൻ യലി റഇയതൻ മിനൽ മുസ്ലിമീന. മുസ്ലിമീങ്ങളുടെ നേതൃപടവും അലങ്കരിക്കുന്ന ആളുകളില്ലയോ, അവരുടെ സമ്പത്ത് മുഴുവൻ ക്രയവിക്രയം ചെയ്യുന്നവരില്ലയോ, ഫയമൂതു വഹുവ ഗാശുൽ ലഹും. ജനങ്ങളുടെ സമ്പത്ത് അവിഹിതമായി കൈപ്പറ്റി അവരെ വഞ്ചിച്ചിട്ടാണ് നീ മരണപ്പെടുന്നത് എങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന സഹോദര, ഇല്ലാ ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നിനക്ക് നിഷിദ്ധമാക്കുകയാണ്. ഈ ദുനിയാവിൽ നീ അടിച്ചു പൊളിച്ചത്, രസിച്ച് രമിച്ചത്, നീ കഴിച്ചത്, നീ ഭുജിച്ചത്, നിന്റെ കുടുംബത്തിന് നീ നൽകിയത് എല്ലാം ഹറാമായ സമ്പാദ്യമാ. അതുകൊണ്ട് സ്വർഗ്ഗം അല്ലാഹു നിനക്ക് നിഷിദ്ധമാക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ രാവിലെ തന്നെ പ്രഭാത സവാരിക്കിറങ്ങുന്ന സഹോദരങ്ങളെ കണ്ടില്ലയോ? പാലോട്ട് പള്ളിയിൽ നിങ്ങൾ പുള്ളിയുടെ മുന്നിൽ നിന്നാൽ തന്നെ ജനങ്ങൾ ഇങ്ങനെ രാവിലെ പ്രഭാതത്തിൽ നടക്കുകയാണ്. പ്രഭാത സവാരിക്ക് നടക്കുന്ന വ്യക്തിയാണ്, ആരോഗ്യമുണ്ടാവാൻ വേണ്ടി നടക്കുന്നവനാണ്. പക്ഷേ പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ആരോഗ്യത്തിന് വേണ്ടി നടന്നവനതാ കുഴഞ്ഞു വീണ് കൊണ്ട് മരിക്കുകയാണ്. വാലിനിടയിൽ മരണപ്പെട്ടു പോകുന്ന ആളുകളില്ലയോ? പ്രസംഗത്തിനിടയിൽ
ജനങ്ങൾക്കിടയിൽ മരണപ്പെട്ടു പോയവരില്ലയോ? ഖുതുബയ്ക്ക് മിമ്പറിൽ വെച്ചുകൊണ്ട് ഖുതുബ ഓതിക്കൊണ്ട് നിൽക്കുമ്പോൾ മരണപ്പെട്ടു പോയവരില്ലയോ? ആ ഖുതുബ ഓതുന്നത് കേട്ടിട്ട് ശ്രവിച്ചുകൊണ്ട് താഴെ മുസല്ലയിലിരുന്നതായ ആളുകൾ മരണപ്പെട്ടു പോയില്ലയോ? പരിശുദ്ധമായ ദീനനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകളും അല്ലാത്തവരുമായ എത്രയെത്ര ആളുകളാണ് മരണത്തെ വരിച്ചിട്ടുള്ളത്. ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തി നിൽക്കുമ്പോ അവന്റെ അടുക്കലേക്ക് മലക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാ, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ, ഐന ബദനുകൽ ഖവീ, എവിടെ പോയടാ നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയടാ? നീ നല്ല ഉരുക്കുള്ള മനുഷ്യനായിരുന്നല്ലോ. നീ ഒരുപാട് ആളുകളെ പാലോട്ടുപള്ളിയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് നിലം പരിശാക്കി അടിച്ചമർത്തിയവനല്ലയോ? 10 പേര് കൂടി നിന്നെ പിടിച്ചാലും അവരെയെല്ലാം തകർത്തെറിയാനുള്ള ശക്തി നിനക്കൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ. എന്തു പറ്റി? നീ ഇപ്പോൾ അനങ്ങാതെ കിടക്കുന്നവനാണല്ലോ. പ്രഷർ വന്നു, ഷുഗർ വന്നു, കൊളസ്ട്രോൾ വന്നു, മാരകമാകുന്ന ക്യാൻസർ ബാധിതനായി, ശരീരം മെലിഞ്ഞിട്ടതാ ഡയാലിസിന് വിധേയനായിട്ട് നീ ഇപ്പോൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കടക്കുകയാണ്. വല്ലാത്ത രംഗമാണ്. ആരാണ് എനിക്കൊന്ന് മന്ത്രി ചോദി തരാനുള്ളത്? ചോദിക്കുകയാണ് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിലകൊള്ളുന്നവൻ. ആരാണ് എനിക്കൊന്ന് മന്ത്രി ചോദി തരാനുള്ളത്? അവന് ഏത് വെള്ളം മന്ത്രി ചോദി കൊടുത്താലും മരണത്തിന്റെ വേദന ഒരിക്കലും തന്നെ ശമിക്കുകയില്ല. വല്ലാത്ത വേദനയാണ്. സക്കറാത്തിന്റെ ഹാലിലാണ്, പൊട്ടിക്കരയുകയാണ്. ഒരാൾ പോലും അവനെ രക്ഷിക്കാനില്ല, ഒരാൾ പോലും അവന് സങ്കടങ്ങൾ പങ്കുവെക്കാനില്ല. മാതാവുണ്ട്, പിതാവുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, അയൽവാസികളുണ്ട്, കൂട്ടുകാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. വല്ലാത്ത രംഗമാണ്. വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവനല്ലയോ? ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊണ്ടവനല്ലയോ? മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് നിലകൊണ്ടവനല്ലയോ? ഹറാമായ തലത്തിലേക്ക് കണ്ണും കാതും ഹൃദയവും തിരിച്ചുകൊണ്ട് നിലകൊണ്ടവനല്ലയോ? അതാ ഇടതുകാലിന്റെ കണങ്കാലിന്റെ മേൽ വലതുകാല് കയറ്റി വെച്ചുകൊണ്ട് ഉരസുകയാണ്, വേദന കൊണ്ട് പൊളയുകയാണ്. വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ് ഫലാ صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى. ഈ ദുനിയാവിൽ ലഹരി നുണഞ്ഞ് ദുനിയാവിൽ മോശമായ ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് അന്യപ്പെണ്ണുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ട് നടന്നവനല്ലയോ? സ്വന്തം ഭർത്താവ് പ്രവാസ ലോകത്ത് നിനക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ ആ ഭർത്താവ് അറിയാതെ കാമുകനുമായി രഹസ്യമായി പാതിരാത്രി സമയ ചാറ്റിംഗ് നടത്തിയവളല്ലയോ? ഭർത്താവ് അറിയാതെ കിടപ്പറ പങ്കിട്ട് പോയവളല്ലയോ? ഇന്നിതാ മരണത്തിന്റെ മുന്നിൽ നീ വിറങ്ങലിക്കുകയാണ്. മരണത്തിന്റെ മുന്നിൽ ഒരാൾ പോലും രക്ഷയ്ക്കില്ലാതെ പ്രയാസപ്പെടുകയാണ്. കൈകാലുകളിട്ട് അമർത്തുകയാണ്, വേദന കൊണ്ട് പൊളയുകയാണ്. ഇമാം ഖസാലി തങ്ങൾ പറയുകയാണ്, ലോകത്തുള്ളതാകുന്ന സർവ്വജലാശയത്തിലെ വെള്ളം കൊണ്ടുവന്ന് അവരുടെ തൊള്ളയിലേക്ക് ഒഴിച്ചു കൊടുത്താലും ഒരിക്കലും ദാഹം തീരുകയില്ല. അത്രമേൽ ദാഹമാണ് സക്കറാത്തിന്റെ ഹാലിലെന്ന് ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി. എന്തേ കാരണം? ഫലാ സദ്ദഖ വലാ സല്ലാ. ഈ
ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്കും നീ സഹായിച്ചില്ല, ഒരു ദീനിന്റെ അഹലുകാരനെയും നീ സഹായിച്ചില്ല, ദീനിന് വേണ്ടി സഹായം കൊടുത്തിട്ടില്ല, ഒരു നിരാരംഭർക്കും നീ അവലംബമായില്ല, ഒരു നിരാശ്രയർക്കും നിന്റെ സമ്പത്ത് കൊണ്ട് ഗുണമുണ്ടായില്ല. സകാത്ത് നീ കൊടുത്തിട്ടില്ല, പാവങ്ങളുടെ കണ്ണീരൊപ്പിയിട്ടില്ല, അള്ളാന്റെ പള്ളിക്കോ ഹിഫ്ദുൽ ഖുർആനിനോ ദീനീ സ്ഥാപനങ്ങൾക്കോ ഒരു നിലക്കുമുള്ള സഹായവും നീ ചെയ്തവനല്ല. ഫലാ സ്വല്ലാ, നമസ്കരിക്കാൻ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ കടന്നു വരുമ്പോ ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലികൾ മുഅദ്ദിന്മാര് മുഴക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് പള്ളിയുടെ മുറ്റത്ത് വെച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നവനല്ലയോ, സിഗരറ്റ് വലിച്ചുകൊണ്ട് നടന്നവനല്ലയോ, പാൻപരാഗ ചവച്ചുകൊണ്ട് നടന്നവനല്ലയോ, MDMA ഉൾപ്പെര കച്ചവടം ചെയ്തുകൊണ്ട് നടന്നവനല്ലയോ, ലഹരിക്കടിമപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് നടന്നവനല്ലയോ, നമസ്കരിക്കാതെ സകാത്ത് കൊടുക്കാതെ ദീനിന്റെ ശിആറുകളെ മുഖപിടിക്കെടുക്കാതെ അഹങ്കരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നവനല്ലയോ. വലാകിൻ കദബ വതവല്ല, എല്ലാം കളവാക്കി ആഖിറമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നവനല്ലയോ. ഖബറില്ല, മഹ്ശറയില്ല, അതൊക്കെ പിന്നീട് ഉണ്ടാകുന്നതല്ലേ, അപ്പോൾ കാണാമെന്ന് പറഞ്ഞ് പടച്ചറബിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്നവരല്ലയോ. ആലിമീങ്ങളുടെ വചനങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് നടന്നവനല്ലയോ. ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കാതെ നടന്നവനല്ലയോ. പള്ളിയുടെ ബാങ്കിനെ നിസാരപ്പെടുത്തി കൊണ്ട് പോയവനല്ലയോ. ഇന്നിതാ നീ വേദനിക്കുകയാണ്, മരണത്തിന്റെ മുന്നിൽ വിറങ്ങലിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഔലാ ലക ഫഔലാ ثم ഔലാ ലക ഫഔലാ, മലക്കുകൾ നിന്നോട് പറയുകയാണ്, നിനക്ക് ഏറ്റവും ബന്ധപ്പെട്ട ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്, നിനക്ക് ഏറ്റവും ബന്ധപ്പെട്ടതാകുന്ന ശിക്ഷയാണ്. കാരണം നീ ഇബാദത്തുകൾക്ക് കണിശത വെക്കാത്തവനായിരുന്നു, നിനക്ക് അനുയോജ്യമായ ശിക്ഷയാണ് ഈ നൽകിയിരിക്കുന്നത് എന്ന് നിന്നോട് മലക്ക് മുഖേന പറയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുമ്പോൾ മലക്ക് ചോദിക്കുമത്രേ, യബ്ന ആദം ഐന ബദനുകൽ ഖവീ, ആദമിന്റെ പൊന്നുമോനെ, നിന്റെ ആരോഗ്യമുള്ള ശരീരത്തിന് എന്ത് പറ്റിയടാ? ഫമാ അളഫഹുൽ യൗം, ഇന്ന് നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയത് എന്താ? എന്ത് പറ്റി നിനക്ക്? നീ വലിയ ആളായിരുന്നല്ലോ, മഹല്ലിൽ വലിയ സംഭവമായിരുന്നല്ലോ, ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കാൻ നീ മുൻപന്തിയിലായിരുന്നല്ലോ, ഇന്നെന്ത് പറ്റി നിനക്ക്? നിന്റെ ശരീരത്തെ അനക്കാൻ പറ്റുന്നില്ല. കൈയൊന്ന് അനക്കാൻ പറയുന്നു, വാപ്പയോട് വന്നിട്ട് മക്കൾ പറയുന്നു, വാപ്പ കൈയൊന്ന് പൊക്കിക്ക്, പറ്റുന്നില്ല. കാലൊന്ന് ചരിച്ച് ഒരു ഇഞ്ചക്ഷൻ എടുക്കാനാണ്, സാധിക്കുന്നില്ല. ഒന്ന് തിരിയാനോ മറിയാനോ ഒന്നും പറ്റുന്നില്ല, കിടക്കയിൽ തന്നെ കിടക്കുകയാണ്. നേരിടേണ്ട സംഭവമാണ്, അടുത്ത ദിവസങ്ങളിൽ നമ്മൾ നേരിടേണ്ട സംഭവമാണ് ഈ പറയുന്നത്. തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മലക്ക് വീണ്ടും അവനോട് ചോദിക്കുമത്രേ, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ ലൗം, നിന്റെ മഹോന്നതമാകുന്ന നാവ് എവിടെ പോയി? നല്ല ഫസാഹത്തും ബലാഗത്തും ഉണ്ടായിരുന്ന, വാക്ചാതുര്യമുണ്ടായിരുന്ന സംഭാഷണമായിരുന്നല്ലോ, ഇന്നെന്ത് പറ്റി നിനക്ക്? നിന്റെ സംഭാഷണമെല്ലാം മുറിഞ്ഞു പോയല്ലോ. അനങ്ങാൻ പറ്റാത്തതെന്താണ്? നിന്റെ നാവൊന്ന് ചലിപ്പിക്കാൻ പറ്റാത്തതെന്താണ്? നിന്റെ നാവിനെ ഇങ്ങനെ അശക്തമാക്കിയ, ബലഹീനമാക്കിയ വസ്തുത എന്താണ്? എന്ത് പറ്റി മിണ്ടാത്തത്, സംസാരിക്കാത്തത് എന്താ? മലക്ക് ചോദിക്കാൻ ഒന്നും പറയാൻ മറുപടിയൊന്നുമില്ല, അനങ്ങാതെ കിടക്കാണ്. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്ന സമയം
ഒരു മറുപടിയും പറയാൻ പറ്റൂല. മലക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കലല്ലാതെ ഒന്നും സാധിക്കില്ല. മരണത്തെ മുഖാമുഖം കാണുമെന്നും മഹ്ശറയുണ്ടാകുമെന്നും ഖബറുണ്ടാകുമെന്നും ചോദ്യോത്തരങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ വായിലൂടെ കേട്ടിട്ട് നിസാരവൽക്കരിച്ചവനല്ലേ, കളിതമാശയിലൂടെ പോയവനല്ലേ. ഇന്ന് നിന്റെ നാവിനെ അശക്തമാക്കിയ വസ്തുത എന്താ? വലിയ വായിൽ വർത്താനം പറഞ്ഞ് നടന്നവനല്ലേ. എന്തു പറ്റി നിനക്ക്? 10 ആള് കൂടുമ്പോൾ 10 പേരും നിന്നോട് സംസാരിച്ചാലും നീ ഒറ്റയ്ക്ക് നിന്ന് കമന്റ് പറഞ്ഞ് അവരെ താറടിച്ച് സംസാരിച്ചവനല്ലേ. ഒരുപാട് ആളുകളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയവനല്ലേ. എന്തു പറ്റി നിനക്കിപ്പോൾ? എന്തേ പറ്റി അനങ്ങാത്തത്? എന്താ നാവെന്ത് പറ്റി ചലിപ്പിക്കാൻ പറ്റാത്തത്? എന്ത് പറ്റി നാവിന്? എന്ത് പറ്റി? നാവനക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ? ബാങ്ക് വിളിക്കുന്ന സമയത്തും കലബില പറഞ്ഞുകൊണ്ട് നടന്നവരാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ബാങ്ക് വിളിക്കുന്ന സമയത്തും മിണ്ടാതിരിക്കുന്നവനല്ല, ആ സമയത്തും സംസാരിക്കുന്ന ആളുകൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചിലപ്പോൾ ചില സദസ്സുകളിലൊക്കെ എന്താവും, ബാങ്ക് വിളിക്കുമ്പോൾ നിർത്തിയിട്ട് പിന്നെ സംസാരിക്കാൻ. സദസ്സ് നിർത്തിയത് എന്തിനു വേണ്ടിയാ? സംസാരിക്കാതിരിക്കാനാണ്. എന്നിട്ട് ഭയങ്കര സംസാരം എല്ലാവരും. അങ്ങനെയുണ്ട് ഇപ്പോൾ, പുതിയ ഫാഷനാണ്. ബാങ്ക് വിളിക്കുമ്പോൾ നിർത്തിയിട്ട് പിന്നെ എന്താണ്? പിന്നെ അവർ സംസാരിക്കുക, വേറെ കഥ പറയുക, റാഹത്ത്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തകല്ലമ ബൈനൽ അദാനി യതലജ്ലജു ലിസാനുഹു ഇൻദൽ മൗത്ത്. ആരൊരുവന് പരിശുദ്ധമായ ബാങ്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ അതിനിടയിൽ സംസാരിച്ചാൽ അവൻ സക്കറാത്തിന്റെ ഹാലിൽ പ്രയാസപ്പെടുന്നതാ. അവന്റെ നാവ് കലിമ ചൊല്ലാനുള്ള അവസരം അല്ലാഹു നിഷേധിക്കുന്നതാണ്. നാവ് കടന്നുകൊണ്ട് തത്തിക്കളിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആ സമയത്തും കടന്ന് എന്തെങ്കിലുമൊക്കെ കടന്ന് വിളിച്ചു പോകും. അല്ലാഹു കാക്കുമാറാവട്ടെ. സക്കറാത്തിന്റെ ഹാല് ആഖിബത്താണ് എല്ലാവരും നോക്കുക, അന്ത്യം നോക്കും. ആ അന്ത്യം മോശമാകും. അള്ളാഹു കാക്കട്ടെ. കാരണം ഏറ്റവും ശ്രേഷ്ഠമായ വചനമാണല്ലോ അള്ളാഹു അക്ബർ. അള്ളാഹു ഉന്നതനാണ്, സമുന്നതനാണ്, വലിയവനാണ്. ഇത് പറയുമ്പോൾ ഇവനിവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാകുന്ന വചനം കേൾക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള മറുപടി തിരിച്ചു പറയാത്തവന് കെലിമയാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പറയാൻ പറ്റൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്സാരമായ കാര്യമല്ല. ആഖിബത്ത് മോശമായി പോകും. നാവ് ശ്രദ്ധിക്കണം. നാവ് വലിയൊരു വിഷയമാണ്. നമ്മളിൽ പല ആളുകളുടെയും അമലുകൾ നഷ്ടപ്പെടാനുള്ള കാരണം തന്നെ നാവാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സംസാരിക്കാതിരുന്നാൽ ഏറ്റവും ബെറ്ററാണ്. സ്വഹാബത്തിൽ പലരും അവരുടേതാകുന്ന ദേഷ്യം കടിച്ചമർത്താനും അവരുടേതാകുന്ന ശരീരത്തെ മെരുക്കിയെടുക്കാൻ വേണ്ടിയും ചരൽ കല്ലുകൾ കഴുകിയിട്ട് വായിലിട്ട് കൊണ്ട് നടന്നിരുന്നു. കല്ല് വായിലിട്ട് നടക്കുക, വിഴുങ്ങാനല്ല. എന്തിനാ? സംസാരിക്കാതിരിക്കാൻ, സംസാരം കുറയ്ക്കുക. നമ്മളാണെങ്കിൽ ആ കല്ല് വിഴുങ്ങിയിട്ടെങ്കിലും 2 വർത്താനം പറയും. അല്ലാഹു ആക്കട്ടെ. അതാണ് നമ്മുടെ അവസ്ഥ. സഹാബത്തിന്റെ സൂക്ഷ്മതയാണ് പറഞ്ഞത്. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ യൽമല്ലി മാ ബൈന ലിഹ്യൈ വമാ ബൈന ഫഖദൈ അല്ലമല്ലഹുൽ ജന്ന. ദാ 1-2 ഹദീസ് ശരിക്കും ശ്രദ്ധിക്ക്. ഒരുപാട് നീട്ടൂല, വേഗം ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ദാ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ യൽമല്ലി മാ ബൈന ലിഹ്യൈ വമാ ബൈന ഫഖദൈ. ആരൊരുവൻ 2 താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും തൊടയെല്ലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയത്തെയും സൂക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നോ അല്ലമല്ലഹുൽ ജന്ന
ഹറാമിനെ തൊട്ട് ഈ രണ്ട് അവയവങ്ങൾ സൂക്ഷിക്കുന്നവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. രണ്ട് അവയവങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നിങ്ങൾ എന്നോട് ജാമ്യം നിന്നാൽ ഞാൻ അവൻ സ്വർഗം കൊടുക്കും. രണ്ട് അവയവം ശ്രദ്ധിച്ചാൽ മതി. നബിയുടെ ഈ ഒരു വാക്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള പാലോട്ടുപള്ളിയിലെ ആളുകളുണ്ടോ, മോമിനീങ്ങളുണ്ടോ? ഞാനും നിങ്ങളും അത് തയ്യാറാകുന്നവരാണോ? എങ്കിൽ രക്ഷപ്പെട്ടു. സ്വർഗം ഉറപ്പാണ്. സ്വർഗം വേണമെന്നല്ലേ കൊതിക്കുന്നത്. സ്വർഗം വേണമെങ്കിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ആര് പറഞ്ഞു? ഹബീബ് റസൂലുള്ളാഹി. അത് പറഞ്ഞതിൻ്റെ ശൈലിയാണ്. മാബൈന ലഹിയൈഹി വമാബൈന ഫഖദൈഹി. രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള അവയവം നാവ്, രണ്ട് തുടയല്ലുകൾക്കിടയിലുള്ള അവയവം ജനനേന്ദ്രിയം, ലൈംഗിക അവയവം. ഈ രണ്ടിലേക്കും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതാണ് സർവ്വ തെറ്റുകൾ. ഒന്നില്ലെങ്കിൽ നാവ് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക, അടി ഇടി വഴക്കുകളൊക്കെ ഉണ്ടാകുക. ഗീബത്ത്, നമീമത്ത്, കളവ്, ഇതെല്ലാം എന്താ? നാവ് കൊണ്ടുണ്ടാകുന്ന സംഭവമാണ്. ഫനായും ഫസാദും ഒക്കെ ഈ നാവാണ് കാരണം. അതുകൊണ്ട് നാവിനെ വിലങ്ങിടണം, കൂച്ചുവിലങ്ങിടണം. രണ്ടാമത്തത് നിന്റെ ജനനേന്ദ്രിയം എന്ന അവയവം. മനുഷ്യൻ ഈ സിനിമ കാണുമ്പോഴും വാൾ പോസ്റ്റ് കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും സിനിമാ പോസ്റ്റർ റോഡിൽ കാണുമ്പോഴും ഒക്കെ അങ്ങോട്ട് പോകണമെന്നൊക്കെ തോന്നാൻ കാരണം എന്താ? നിന്റെ ലൈംഗിക അവയവത്തിൻ്റെതാകുന്ന ഉത്തേജനമാണത്. അതിലേക്കുള്ളൊരു ത്വരയും താല്പര്യമാണ്. എല്ലാത്തിൻ്റെയും ബേസിക് അതാ. അതുകൊണ്ടാണ് നിനക്കത് പോകണമെന്ന് തോന്നുന്നത്. പാലോട്ട് പള്ളിയിൽ നിന്ന് പാലാപ്പള്ളി തിരുപ്പള്ളിയിലേക്ക് പോകണമെന്ന് തോന്നാനുള്ള കാരണം അതുകൊണ്ടാണ്. എല്ലാവർക്കും അത് മതി, പാലാപ്പള്ളി തിരുപ്പള്ളി. അതാ ഇപ്പം എല്ലാവരും പാടിക്കൊണ്ട് നടക്കും. മുമ്പ് എല്ലാവർക്കും ഭീമാപ്പള്ളി, പാലോട്ട് പള്ളി, മട്ടന്നൂർ പള്ളി എന്നൊക്കെ ആയിരുന്നു. ഇപ്പം അത് മാറി. ഇപ്പം ഇങ്ങനെയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പം നന്നാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം രണ്ട് അവയവങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം ഞാൻ ജാമ്യം നിൽക്കാമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒന്ന് നാവാണ്, മറ്റൊന്ന് ലൈംഗിക അവയവമാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈ രണ്ട് അവയവങ്ങളെയും സംരക്ഷിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹറാമിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, ഔസിനി ഔസിനി യാ റസൂലല്ലാഹ്. നബിയേ, എനിക്കൊരു ഉപദേശം നൽകുമോ റസൂലേ? എനിക്കൊരു വസിയത്ത് നൽകുമോ ഹബീബേ? ഉപദേശം ചോദിച്ചു വന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, ആഖിദം ബിലിസാനിഹി ബിയദിൽ ലൈസർ. തൻ്റെ ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചിട്ട് നബി തങ്ങൾ നാവ് നീട്ടി പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവത്രേ, കുഫ അൻക ഹാദാ കുഫ അൻക ഹാദാ. ഈ നാവിനെ ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഹറാമാകുന്ന ഭാഷണങ്ങളെ തൊട്ട്, ഗീബത്തിനെ തൊട്ട്, നമീമത്തിനെ തൊട്ട്, കളവിനെ തൊട്ട്, മോശമാകുന്ന പ്രവർത്തനങ്ങളെ തൊട്ട് ഈ നാവിനെ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വേറെ ഒന്നുമില്ല. എനിക്കൊരു ഉപദേശം നൽകണേന്ന് പറഞ്ഞപ്പോൾ നീ 5 വഖത്ത് നിസ്കരിച്ച നോമ്പുടിച്ച ഒന്നുമല്ല. അവനോട് പറഞ്ഞതെന്താ? നാവ് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, കുഫ് അൻക ഹാദാ. ഈ നാവ് ശ്രദ്ധിച്ച് മുന്നോട്ട് നടന്നോ ഹബീബ് റസൂലുള്ളാഹി. ഈ നാവ് ഹറാമായതിലേക്ക് കൊണ്ടുപോകരുത്, രക്ഷപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നാളെ മഹ്ശറയിൽ ഒരു വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരക കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാനുള്ള കാരണം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. അവരുടെ നാവ് കൊയ്തെടുത്ത പാതകമാണ്, തെറ്റാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. നാവ് ചെയ്ത തെറ്റ് കാരണമായിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും ഒരു വിഭാഗം ആളുകളെ. അല്ലാഹു കാക്കുമാറാവട്ടെ.
നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ മർറ ബിഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകവേ ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തോടായി ലോകത്തിന്റെ നായകനെ പറയുകയാണ്, തഖല്ലലൂ തഖല്ലലൂ, പല്ലുകൊത്തണേ പല്ലുകൊത്തണേ സഹാബ, നിങ്ങളൊന്ന് പല്ലുകൊത്തിയാൽ നന്നായിരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഫഖാലൂ, ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുകയാണ്, ഫവല്ലാഹി മാ തുഇന്നൽ ലൗമ തുആമാ, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, ഇന്നത്തെ ദിവസം ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല റസൂലേ, ഒന്നും കഴിച്ചിട്ടില്ല റസൂലേ. ഒന്നും കഴിക്കാത്ത, ഒരു ഭക്ഷണം പോലും കഴിക്കാത്തതാകുന്ന ഞങ്ങളോട് ഏത് നിലയിലാണ് തങ്ങൾ പറഞ്ഞത്? ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ, ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? ഞങ്ങൾ ഇന്ന് പട്ടിണിയിലാണ്. പട്ടിണി കിടക്കുന്ന ഞങ്ങളോട് പല്ലുകുത്താൻ പറയുന്നത് എന്തിനാ? പല്ലുകുത്തേണ്ടത് ആരാ? നല്ല നെയ്ച്ചോറൊക്കെ വയറിറച്ച് അടിച്ചവരാള്, നല്ല റാഹത്തായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ളവരല്ലേ പല്ലുകുത്തേണ്ടതുള്ളൂ. ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. ഫവല്ലാഹി മാ തുഇന്നൽ ലൗമ തുആമ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒരൽപ്പം പോലും ഭക്ഷണം കഴിച്ചിട്ടില്ല റസൂലേ, പിന്നെന്തിനാണ് ഞങ്ങൾ പല്ലുകുത്തുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. വഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, സഹാബ ഇന്നി ലഅറാ ലഹമ ഫുലാനിൻ ബൈന സനായാകും. സഹാബ സഹാബ, ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞില്ലയോ? ഗീബത്തിൽ ഏർപ്പെട്ടില്ലയോ? പരദൂഷണം പറഞ്ഞില്ലയോ? അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ നിങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പച്ചമാസം തിന്നതിന്റെ സമാനമാണ്. അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട്. സഹാബ ഇന്നി ലഅറാ ലഹമ ഫുലാനിൻ ബൈന സനായാകും. ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും നിങ്ങൾ പറഞ്ഞില്ലയോ? അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് കുത്തിക്കളയാൻ പറഞ്ഞത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് തഖല്ലലൂ തഖല്ലലൂ, നിങ്ങളൊന്ന് പല്ലുകുത്തണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും എന്ത് വേണം? എന്ത് വേണം? പല്ലുകുത്തുന്ന സാധനം വേണം. ഹോട്ടലിൽ പോയിട്ട് ഒരു 10 എടുത്തു വെച്ചു. കാരണം എന്താ? എപ്പോഴും ഈ ഫനായും ഫസാദും തന്നെ. പള്ളി നിസ്കരിക്കാൻ വന്നാണ്, നിസ്കാരം കഴിഞ്ഞ് വാതിക്കലോട്ട് തിന്നലോട്ട് ഇറങ്ങിയിരുന്നിട്ട് ഫന ഫസാദ് തുടങ്ങി. കാര്യമായിട്ട് നിസ്കരിക്കാൻ വന്ന 2 റക്അത്ത് സുബഹിയെ നിസ്കരിക്കാൻ വന്നത്, എന്നിട്ട് 60 റക്അത്തിന്റെ പ്രതിഫലം കളയുന്ന വർത്താനാണ് പള്ളിയുടെ വാതിക്കലോട്ട് ഇരുന്നിട്ട് പറഞ്ഞത്. ചിലർ രാവിലെ പള്ളിക്കൽ വരും. എന്തിനാണെന്നറിയോ? സുബഹി കഴിഞ്ഞാൽ ഉടനെ തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്, അവിടെ പോയിരുന്നിട്ട് ഫനായും ഫസാദും പറയുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. സുബഹിക്കരിക്കാൻ വരുന്നത് തന്നെ അതിനാണ്. സുബഹിക്കരിച്ച് കഴിഞ്ഞ് വേഗം തന്നെ ഓടി ആ കടയിൽ പോയിട്ട് ഒരു 7 ചായ കുടിക്കും. അതാ കണക്ക്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പത്രം വായിച്ച് ഇങ്ങനെ, വേറെ ഒരു പടിയും ഇല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എക്സ്പയർ ആയിട്ടിരിക്കുകയാണ്. എക്സ് മുസ്ലിം എന്ന് പറയുന്ന പോലെ കഴിയാറായി, കാലഘട്ടം കഴിയാറായി, എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഫന ഫസാദ് വിട്ടുകൊണ്ടിരിക്കുക. അള്ളാഹു ആക്കട്ടെ. അതിലെല്ലാവരും വരും. പള്ളിയിൽ ഇമാമ് വരും, മുദരിസ് വരും, മുത്തല്ലിമുകൾ വരും, നാട്ടുകാർ വരും, കൂട്ടുകാർ വരും. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. ആചാര്യോട് ചോദിച്ചാൽ മതി, മൊത്തം മസലയും പഠിച്ചു വെച്ചിട്ടാണ് അവിടുന്ന് പോവുക. പള്ളിയിൽ നിന്ന് വേഗം ചാടി ഇറങ്ങി ഓടും. ദിക്ർ ചെല്ലാനില്ല. 10 മിനിറ്റ് ഇരുന്ന് അവിടെ ദിക്ർ ചെല്ലാനില്ല. സുബഹിക്ക് ശേഷം ഉദയം വരെ ദിക്ർ ചൊല്ലിയാൽ ഉംറയുടെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ചെയ്യാനില്ല. ഖൗമൻ സല്ലവു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലു അശ്ശംസു തഅദിലു ഉംറതൻ താമ്മതൻ താമ്മതൻ താമ്മ ഷഫീഉന റസൂലുള്ളാഹി.
സുബഹിക്ക് ശേഷം ഉദയം വരെ ദിക്റിലായി അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ട് സലാത്ത് ചൊല്ലിക്കൊണ്ട് വിശുദ്ധമായ ദീൻ പഠിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് ഒരു മനുഷ്യൻ നിലകൊണ്ടാൽ ഉദയം വരെ അങ്ങനെ ഇരിക്കുന്ന വ്യക്തിക്ക് പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് പുരുഷന്മാർക്കുണ്ട് സ്ത്രീകൾക്കുണ്ട്. സുബഹിക്ക് ശേഷം ദിക്റിന്റെ മജ്‌ലിസിൽ നിലകൊള്ളുക, മടങ്ങാതെ നിത്യമാക്കുക, ഉംറയുടെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും. ആരെങ്കിലും ചെയ്യലുണ്ടോ? സുബഹി കഴിഞ്ഞ് വേഗം ഇറങ്ങി കടയിൽ വന്നിരുന്നിട്ട് അങ്ങനെ വർത്താനം, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുക, അത്യാവശ്യ കാര്യങ്ങൾ പറയല്ല, ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെടുക, അതിലെല്ലാം പോയി ചെവി വെച്ചു കൊടുക്കുക, അതിലെല്ലാം സമ്മതം മൂളി കൊടുക്കുക, അതിലെല്ലാം വർത്താനം പറയുക. അതാണ് ഇന്നീല അറാ ലഹ്മ ഫുനാനിൻ ബൈന ഫനായാക്കും. ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഫനായും ഫസാദും പറഞ്ഞതിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിലുണ്ട്, അതൊന്ന് കുത്തിക്കളയണേ. തഹല്ലലു ഹബീബ് റസൂലുള്ളാഹി. എന്തിനാ പറഞ്ഞത്? നിസാരമല്ല, വലിയ കാര്യമാണ്, നിസാരമായി നിങ്ങൾ കാണരുത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. തുവഫിയ റജുലുൻ മിനസ്സഹാബാ, സ്വഹാബത്തിൽ പെട്ടതായ ഒരു വ്യക്തി മരണപ്പെടുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മരണ വീട്ടിലേക്ക് വരുകയാണ്. മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്തു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് ജനാസ നോക്കുമ്പോ പുഞ്ചിരിച്ച് കിടക്കുകയാണ് ജനാസ. സുബ്ഹാനല്ലാഹ്. ഉടനെ ഒരു മനുഷ്യൻ മുത്തുനബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അബ്ശിറുഹു ബിൽ ജന്ന. അബ്ശിറുഹു ബിൽ ജന്ന. തങ്ങൾ അദ്ദേഹത്തെ ഒന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക, അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ. മരിച്ചു കിടക്കുന്ന വ്യക്തി നല്ല പുഞ്ചിരിച്ച് കിടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് നോക്കുന്നു, സ്വഹാബത്തുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, മറ്റൊരു സ്വഹാബിയാണ്, അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ ബിൻ ഖത്താബ് തങ്ങളെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെയും അലിയാർ തങ്ങളെയും ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ റളിയല്ലാഹു അടക്കമുള്ളതാകുന്ന മഹാന്മാരെയൊക്കെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച തങ്ങൾക്ക് ഈ മനുഷ്യനെ ഒന്ന് സന്തോഷ വാർത്ത അറിയിച്ചാൽ നന്നായിരുന്നു, സ്വർഗം കൊണ്ടൊന്ന് സന്തോഷ വാർത്ത അറിയിച്ചാൽ നന്നായിരുന്നു. فقال رسول الله صلى الله عليه وسلم, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ, ലാ ഇല്ല സഹാബ, അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫലഅല്ലഹു അൻ യതകല്ലമ ഫീമാ ലാ യഅനി ഇന്നക ലാ തദ്രി فلعله أن يتكلم فيما لا يعني. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് വർത്തമാന മോശമായ വ്യക്തിയെ കുറിച്ച് സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കൊണ്ട് പറ്റൂലയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട പാഠമാണ് സഹോദരാ സഹോദരി. പാലോട്ട് പള്ളിയിലുള്ള ഓരോ മുഅ്മിനും ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട പഠനമാണ്. നമ്മൾ മരിച്ചു കിടക്കുന്ന ആളുകളുടെ പുഞ്ചിരി കണ്ടുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ നിൽക്കരുതേ. കാരണം ആ മനുഷ്യൻ ആഖിറത്തിൽ പടച്ച റബ്ബ് ഏത് നിലയിലാണ് സ്വീകരിച്ചിട്ടുണ്ടാവുക പറയാൻ സാധിക്കില്ല. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുന്നിൽ കിടക്കുന്നതാകുന്ന വ്യക്തിയെ നോക്കിയിട്ട് ലോകത്തിന്റെ നായകൻ ലോകത്തോട് വിളിച്ചു പറയുകയാ, ഈ മനുഷ്യൻ ജീവിതത്തിൽ ഏതെല്ലാം അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാമെന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് നാവ് മോശമായ വ്യക്തിയെ കുറിച്ച് സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മദീനയിലെ രാജകുമാരൻ മുഹമ്മദിന് സാധിക്കില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി പഠിക്കേണ്ട പാടാണ്.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നപ്പോ ലോകത്തിന്റെ നായകൻ നടന്ന സംഭവ വികാസങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്ന തന്റെ പ്രിയപ്പെട്ട മകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഫാത്തിമ യാ ഫാത്തിമതു റഅയ്തുന്നാ ഫാത്തിമ ഫാത്തിമ, കത്തിജ്വലിക്കുന്ന നരകത്തെ ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടുപോയി. ഫാത്തിമ വറഅയ്തു ഫീഹാ ഇംറഅത, അതിലൊരു പെണ്ണിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. ഫാത്തിമ മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്തുവാനതി മിനന്നാർ. 3000 കൊല്ലം നിരന്തരമായി കത്തിക്കപ്പെട്ടതായ നരകം, രാവും പകലും അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിച്ചതായ നരകം, ആ നരകത്തിന്റെ നടുക്കളത്തിലുള്ളതാകുന്ന തീജ്വാലകൾ കൊണ്ട് തീർക്കപ്പെട്ടതായ തൂണിലേക്ക് ഒരു പെണ്ണിൻ്റെതാകുന്ന നാവിനെ വലിച്ചു കെട്ടപ്പെട്ടതായി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. ഫാത്തിമ മൻഹിയ യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ, ആരാണ് റസൂലേ, റസൂലേ, ഏത് പെണ്ണാണ് ഈ ഹതഭാഗിയായ പെണ്ണ്? നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട പെണ്ണാണല്ലോ. നരകത്തിന്റെ നടുക്കളത്തിലുള്ള തീജ്വാലകൾ കൊണ്ട് ചുറ്റപ്പെട്ടതായ തൂണ്, ആ തൂണിലേക്ക് നാവ് വലിച്ചു നീട്ടി കെട്ടപ്പെട്ടിരിക്കുന്ന ഈ പെണ്ണ് ആരാണ്? റസൂലേ, റസൂലേ. അല്ലാഹുവിന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട മകളോട് ലോകത്തിന്റെ നായകനെ പറയുകയാണ്, പഠിച്ചു വെക്കണേ മറക്കപ്പുറത്തുള്ള പാലോട്ട് പള്ളിയിലുള്ള കണ്ണൂരിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാൻ, നാവിന് നീളമുള്ള പെണ്ണാണ്. അഥവാ അളന്ന് നോക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നാവ് കൊണ്ട് ഫനായും ഫസാദും പറഞ്ഞു നടക്കുന്ന പെണ്ണാണ്. സ്വന്തം ഭർത്താവിനെ കുറിച്ച് അനാവശ്യങ്ങൾ പറയുന്നവളാണ്. കൂട്ടുകാരികളോട് വാട്സാപ്പിൽ അത്തരത്തിലുള്ള ചാറ്റിംഗ് നടത്തുന്നവളാ. എൻ്റെ ഭർത്താവ് എനിക്ക് ഭക്ഷണം നൽകുന്നില്ല, ജീവിത സൗകര്യങ്ങൾ നൽകുന്നില്ല. ഭർത്താവിനെ കുറിച്ച് അനാവശ്യ കമന്റുകൾ നാട്ടുകാരോട് കൂട്ടുകാരികളോട് പറഞ്ഞു നടക്കുന്നവളാണ്. സ്വന്തം ഭർത്താവിൻ്റെ മാതാപിതാക്കളെ കുറിച്ച് പറയുന്നവളാ. സ്വന്തം മാതാവിനെ കുറിച്ചും പിതാവിനെ കുറിച്ചും പറയുന്നവളാണ്. അശ്ലീല ഭാഷണം നടത്തുന്നവളാണ്. ഭർത്താവിനെ അടിച്ചമർത്തുന്നവളാണ്. വാക്കുകൾ കൊണ്ട് നോവിക്കുന്നവളാണ്. മോശപ്പെട്ടതാകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ മെക്കിട്ട് കയറുന്നവളാ. ഭർത്താവിനെ ചീത്ത വിളിക്കുന്നവളാണ്. അയൽവാസികളുമായി വഴക്കടിക്കുന്നവരാണ്. അയൽവാസികളെ ചീത്ത വിളിക്കുന്നവളാണ്. വൈകുന്നേര സമയത്ത് അവരുമായി വഴക്കടിക്കുന്നവരാണ്. ചെറിയ വിഷയങ്ങൾ അത് പർവ്വതീകരിച്ചിട്ട് ബന്ധങ്ങൾ വഷളാക്കുന്നവളാ. ഒരൊറ്റ കുടുംബങ്ങളെ കുറിച്ചും ഒരാളെ കുറിച്ചും അവൾക്ക് നല്ലത് പറയാനില്ല. എല്ലാത്തിലും കുറ്റം കണ്ടെത്തി ഏത് സമയത്തും ഫനായും ഫസാദിലും ഏർപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നവളാ. ബദിയത്തുൽ ലിസാൻ തവീലത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്. നബിയേ, നബിയേ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതാകുന്ന പെണ്ണ്, നരകത്തിൻ്റെതാകുന്ന നടുക്കളത്തിലെ തൂണിൽ ബന്ധിപ്പിക്കപ്പെട്ടതായ പെണ്ണ്, നാവ് വലിച്ച് കെട്ടപ്പെട്ട പെണ്ണ് ആരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ലോകത്തിന്റെ നായകന് പറയുകയാണ്, നാവിന് നീളമുള്ള പെണ്ണ, അഥവാ നാവ് കൊണ്ട് ജനങ്ങളെ മുറിവേൽപ്പിക്കുന്നതായ പെണ്ണാണ്. എപ്പോഴും ഫനായും ഫസാദും പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാത്തിനും കുറവ്. 50 കൊല്ലം കൂടെ കിടന്ന ഭർത്താവിനെ കുറിച്ചും ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ? ഒരു ഗുണമില്ല. എന്താ പറയുന്നത്? 51ാമത്തെ വർഷം നല്ലതുപോലെ ഗുണം ചെയ്ത് എന്നാ പറയോ ഗുണം ചെയ്തു? എപ്പോൾ ചോദിച്ചാലും മൂപ്പരെ കൊണ്ടൊന്നും നോക്കുക. വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ വലിയ സംഭവം. അങ്ങനെ പറഞ്ഞു നടക്കുന്നവൾ, നന്ദികേടിന്റെ വർത്തമാനം പറയുന്നവൾ ശ്രദ്ധിക്കണം. ഭർത്താവിനെ ചിലപ്പോൾ മുറിവ് പറ്റുന്ന രീതിയിലുള്ള വർത്തമാനം
ഭർത്താവ് ക്ഷമയുടെ നെല്ലിപ്പലക വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ജീവിത റാഹത്തായിട്ട് പോകുന്നത്. അങ്ങേറ്റം കണ്ടിരിക്കുക, ഒരാൾക്ക് എല്ലാവരും മേലെ കുറ്റിക്കകത്ത് പോകും എന്ന് കരുതിയിട്ടിരിക്കുകയാണ് അല്ലേ? അങ്ങേയറ്റം ശ്രമിച്ചു. ചിലപ്പോൾ മനസ്സ് വല്ലാതെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയും, ചൊടിച്ചുകൊണ്ട് പറയും, ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും. അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് ഭർത്താവ് നിലകൊള്ളുന്നു. പക്ഷെ ഈ ഭാര്യ നാളെ ആഖിറത്തിൽ ഹിസാബിടപ്പെടും. ചെറിയ കാര്യമല്ല, നരകത്തിലേക്ക് കൊണ്ടുപോകും. നരകത്തിലെ തീജ്വാലയിൽ ഉള്ളതാകുന്ന തൂണിലേക്ക് നാവ് ദബാനിയാക്കളാകുന്ന മലക്കുകൾ വലിച്ചു നീട്ടി കെട്ടിവെക്കും. ഹദീസാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അത്തരത്തിലുള്ള പെണ്ണിനെയാണ് ഞാൻ കണ്ടത് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു ആക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, നാവ് ശ്രദ്ധിക്ക്. വൈകുന്നേരം ആകുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ അരമതിൽ അങ്ങോട്ട് പോയി ചാരിയിരുന്നിട്ട് കഥയാണ് 2 മണിക്കൂർ. അതൊക്കെ പണ്ടായിരുന്നു. പരസ്പര അയൽപക്ക ബന്ധങ്ങളെ ശാക്തീകരിച്ച് 10 മിനിറ്റ് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇപ്പം അതൊന്നുമല്ല. ഇപ്പോഴെന്താ, ഇപ്പം എല്ലാം വാട്സാപ്പിലൂടെയാണ്. അയൽപക്കത്തേക്ക് നാട്ടുകാർക്കൊക്കെ വാട്സാപ്പിലൂടെയാണ്. ഓനൊന്നും കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് വിട്ടോണ്ടിരിക്കും. ഭർത്താവിനെ കുറിച്ച് കൂട്ടുകാരികളോട് കമന്റ് വിടുക. വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതൊക്കെ നാളെ എതിരായി വരും. ഈ എഴുത്തും കുത്തും ഒക്കെ നാളെ എതിരാകും. നിന്റെ വർത്തമാനങ്ങൾ, നിന്റെ നാവ് കൊണ്ടുള്ള സംസാരം, ഇതൊക്കെ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. റഖീബ് അതീദ് അലൈഹിമുസ്സലാം രേഖപ്പെടുത്തുന്നുണ്ട്. നിസ്സാരമായി കാണരുത്. ഇദ് യതലഖൽ മുതലഖിയാൻ അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഈ ദുനിയാവിൽ നീ ഏതെല്ലാം വർത്തമാനങ്ങൾ പറയുന്നുണ്ടോ, ഏതെല്ലാം പ്രവർത്തനങ്ങൾ നീ ചെയ്യുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും കൃത്യമായി അടയാളപ്പെടുത്താൻ അല്ലാഹു 2 മലക്കുകളെ വെച്ചിരിക്കുകയാണ്. റഖീബ് അതീദ് അലൈഹിമുസ്സലാം എല്ലാം അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ മലക്കുകൾ തന്നെ മാറി മാറി രേഖപ്പെടുത്തും. ഹദീസുണ്ട്, പറയുകയാണെങ്കിൽ ഇപ്പം അങ്ങോട്ട് വേറെ വിഷയത്തിലേക്ക് പോകും. റഖീബ് അതീദ് അലൈഹിസ്സലാം മാത്രമല്ല, പിന്നെയുണ്ട് മലക്കുകൾ. ഹദീസുണ്ട്, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. ഈ മലക്കുകളെ തന്നെ റൊട്ടേറ്റ് ചെയ്യും. സുബൈക്ക് ഒരു വിഭാഗം മലക്കുകൾ വരും, അസറിന് അവർ തിരിച്ചു പോകും. അതുവരെ എഴുതിയിട്ടുള്ള റെക്കോർഡുമായിട്ട് അവർ തിരിച്ചു പോകും. അസറിന് വേറൊരു വിഭാഗം മലക്കുകൾ വരും. അവർ അസർ മുതൽക്ക് പിറ്റേ ദിവസത്തെ സുബഹി വരെ മനുഷ്യൻ ചെയ്യുന്ന നന്മ തിന്മകൾ മുഴുവൻ രേഖപ്പെടുത്തി നിലകൊള്ളും ഹബീബ് റസൂലുള്ളാഹി. എന്നിട്ട് സുബൈക്ക് അടുത്ത വിഭാഗം മലക്കുകൾ വരും. ഒരുമിച്ച് ഇവരെല്ലാവരും സുബൈ നിസ്കരിക്കും. സുബൈ നിസ്കരിച്ചു കഴിയുമ്പോൾ അസറിന് ശേഷം വന്ന് സുബഹി വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ മലക്കുകൾ അതുവരെ ചെയ്തിട്ടുള്ളതാകുന്ന എല്ലാ നന്മ തിന്മകളുടെയും റെക്കോർഡുമായിട്ട് റബ്ബിന്റെ സുബദത്തിലേക്ക് കയറിപ്പോകും. പുതിയ മലക്കുകൾ, ഫ്രഷ് മലക്കുകൾ അടുത്ത് വന്നിട്ടുണ്ട് സുബൈക്ക്. അവർ സുബൈ നിസ്കാരം കഴിഞ്ഞത് മുതൽ ഇവന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്തും. ഏതുവരെ? അസർ വരെ. അസറാകുമ്പോൾ അടുത്ത വിഭാഗം മലക്ക് വരും. എന്നിട്ട് അവരും സുബൈക്ക് വന്ന മലക്കുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അസർ ജമാഅത്തായി നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ സുബൈക്ക് വന്നവർ അസർ വരെ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ റെക്കോർഡുമായിട്ട് നന്മ തിന്മകളുമായി പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് പോകും. അസറിന് വന്ന മലക്കുകൾ വീണ്ടും അവർ നിൽക്കും സുബൈ വരെ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് മലക്കുകൾ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുക ഹബീബ് റസൂലുള്ളാഹി. നമ്മൾ ചെയ്യുന്ന നന്മ തിന്മകളെ 2-3 പ്രാവശ്യമായിട്ടാണ് ഉയർത്തുക. 1 ദിവസം ഉയർത്തുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ട്. 2-3 രീതിയിലായിട്ടാണ് എന്ത് നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുക. 1 ദിവസവും നന്മ തിന്മകൾ രേഖപ്പെടുത്തി അള്ളാഹുലേക്ക് സബ്മിറ്റ് ചെയ്യും. ദിവസവും. അതാണിപ്പോ പറഞ്ഞത്. രാവിലെയും വൈകിട്ടും, അഥവാ സുബഹിക്കും നമ്മുടെ അമൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ കൊണ്ടുപോകും, അസറിനും കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഈ 2 നിസ്കാരത്തിന്റെ ജമാഅത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ ഹബീബ് റസൂലുള്ളാഹി. സുബഹി അസറും പറഞ്ഞിട്ടുണ്ട്, ഹദീസ് ഭയങ്കര ശ്രേഷ്ഠതയാണ്. കാരണം ഈ 2 സമയവും ഗഫലത്തുള്ള സമയമാണ്. ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന സമയമാണ്. ശരിയല്ലേ? രാത്രി 2 മണി വരെ ഫേസ്ബുക്ക്,
പിന്നെ ഒരു 3 മണി വരെ വാട്സാപ്പ്, യൂട്യൂബ് എല്ലാം കണ്ടിരിക്കും. 3:30 ആകുമ്പോൾ ചോറൊക്കെ, പിന്നെ സുബൈയില്ല, കലാസ്. പിന്നെ എഴുന്നേറ്റ് രാവിലെ പല്ലൊക്കെ തേച്ച് ഒരു കല്യാണമുണ്ട്, കല്യാണത്തിനൊക്കെ പോയി നല്ല റാഹത്തായിട്ട് ഓഡിറ്റോറിയത്തിൽ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെയും അടുത്ത 2 മണിയാകുമ്പം കട്ടിലിട്ട് വന്ന് കടന്ന് 3 മണി വരെ യൂട്യൂബ്. അത് കഴിയുമ്പോൾ വീണ്ടും അസർ പോയി. ഇതാണ് മനുഷ്യൻ്റെ ജീവിതം. ശരിയല്ലേ? നല്ല ബിരിയാണി കഴിച്ചിട്ട് വന്നാൽ പിന്നെ എന്താ അടുത്ത പരിപാടി? 20 റക്അത്ത് നിസ്കരിക്കുമോ? 20 റക്അത്ത് ഉറങ്ങോ? 25 റക്അത്ത് ഉറങ്ങോ? അല്ലേ ഈ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം. യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാകണ്ടോ, കൂവത്തുണ്ടാകേണ്ടതാണ്. പക്ഷെ നമ്മുടെ മലയാളികൾ പൊതുവെ എന്താ ചെയ്യുക? ഭക്ഷണം കഴിച്ചാൽ വേഗം എവിടെയും പോയി കിടന്ന് ഉറങ്ങാണ്. കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങും. അസർ പോയി. മിക്കപ്പോഴും ജമാഅത്ത് ശ്രദ്ധിക്കാത്ത 2 ജമാഅത്താണ് ഇതൊക്കെ, സുബഹിയും അസറും. അള്ളാഹു ആക്കട്ടെ. മഗ്‌രിബിന് റെഡിയാണ്, നല്ല ഉണർവുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിലെത്തിയിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഫനാ ഫസാദ്, പിന്നെ ഒരു ചായ കുടിയുണ്ട്, അത് കറക്റ്റ് ചെയ്യണം. അതിന് ആ സമയത്ത് പോകും. മറ്റുള്ള ജമാഅത്ത് വേണ്ടാന്നല്ല, പക്ഷെ ഈ 2 ജമാഅത്തിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ കാണാം. എന്തുകൊണ്ട്? ഈ 2 നിസ്കാരങ്ങൾക്ക് പിറകിലാണ് അവൻ്റെ നന്മ തിന്മകളുമായിട്ട് ആര് പോകുന്നത്? മലക്കുകൾ പോകുന്നത്. ഈ നിസ്കാരം കറക്റ്റായാൽ അങ്ങോട്ട് നേരെ മലക്കുകൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കുന്നതാണ്. ഹദീസാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹദീസൊക്കെ ഓതാത്തത്. ഇഷ്ടം പോലെ ഹദീസുണ്ട് ആവശ്യം. قال رسول الله صلى الله عليه وسلم يتعاقب فيكم ملائكة بالليل وملائكة بالنهار يجتمعون في صلاة العصر وفي صلاة الصبح صدق رسول الله. ആദരവായ പ്രവാചകർ ഉണപ്പെടുത്തുകയാണ്, എല്ലാ ദിവസവും സുബൈക്ക് ഒരു വിഭാഗം മലക്കുകൾ ഇറങ്ങി വരുമത്രേ. അവർ സുബൈ ജമാഅത്തായി നിസ്കരിച്ചിട്ട് അസർ വരെ മനുഷ്യന്റെ നന്മത്തിന്മകൾ രേഖപ്പെടുത്തുകയാണ്. അസർ നമസ്കാരത്തിന് അടുത്ത വിഭാഗം മലക്കുകൾ വരുകയാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അസർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയാ. അതിനുശേഷം സുബൈക്ക് വന്ന മലക്കുകൾ അസർ കഴിഞ്ഞാൽ ഉടനെ അതുവരെ ചെയ്തിട്ടുള്ള നന്മത്തിന്മകളുമായി കയറിപ്പോയാണ്. അസറിന് വന്ന മലക്കുകൾ അസർ മുതൽ പിറ്റേ ദിവസത്തെ സുബൈ വരെ അവൻ ചെയ്യുന്ന എല്ലാ നന്മത്തിന്മകളും രേഖപ്പെടുത്തുകയാ. സുബ്ഹാനല്ലാഹ്. സുബഹിയാകുമ്പോ അടുത്ത വിഭാഗം മലക്കുകൾ കടന്നു വരുകയാണ്. അവരും ഇവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് സുബൈ നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അസറിന് വന്നതാകുന്ന മലക്കുകൾ സുബഹി വരെ ചെയ്തിട്ടുള്ള എല്ലാ നന്മത്തിന്മകളും രേഖപ്പെടുത്തിയതുമായി അല്ലാഹുവിലേക്ക് കയറുകയാണ്. അല്ലാഹുവിലേക്ക് അവർ കയറിപ്പോകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുമത്രേ, കൈഫ തറക്തും ഇബാദി. അല്ലയോ മലക്കുകളെ, മലക്കുകളെ, നിങ്ങൾ തിരിച്ചു വരുമ്പോ എൻ്റെ ദാസന്മാരെ ഏത് നിലയിലാണ് ഉപേക്ഷിച്ചിട്ട് വന്നത്? എൻ്റെ അടിമകളുടെ അവസ്ഥയൊന്ന് പറയുമോ? നമസ്കാരങ്ങൾ കൃത്യമായി സുബൈ നമസ്കരിക്കാൻ പാലോട്ട് പള്ളിയിൽ വന്നതാകുന്ന ഉപ്പയാണോ? മഗ്‌രിബും അസറും ഒക്കെ കൃത്യമായി പള്ളിയിൽ നമസ്കരിക്കാൻ വന്നിട്ടുള്ള ഉപ്പയാണോ? നമസ്കാരങ്ങൾ കൃത്യത വെക്കുന്നതായ ഉമ്മയാണോ? സഹോദരിയാണോ? മലക്കുകൾ തിരിച്ചു ചെന്നിട്ട് അല്ലാഹുവിനോട് പറയുകയാണ്, അത്തൈനാ ഇൻദഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂന യാ അല്ലാഹ്. അത്തൈനാഹും, ഞങ്ങൾ അവരുടെ അടുക്കലേക്ക് ചെന്നപ്പോഴും അവർ നമസ്കരിക്കുന്നവരായിരുന്നു. അല്ലാഹ്, ഞങ്ങൾ സുബൈക്ക് ചെന്നപ്പോൾ ആ തണുപ്പ് മാറ്റി വെച്ചുകൊണ്ട് രാവിലെ പ്രഭാത സമയത്ത് സുബൈ നമസ്കരിക്കാൻ പാലോട്ട് പള്ളിയിലേക്ക് വന്നതായ ഉപ്പയാണ്. സുബൈ നമസ്കാരം നിർവഹിച്ച വ്യക്തിയാണ്. അസർ വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തി റബ്ബേ വതറക്നാഹും വഹും യുസല്ലൂൻ
യുസല്ലൂൻ. അസ്ർ നമസ്കാരത്തിന് നോക്കുമ്പോൾ ആ ഉപ്പ അതേപോലെ തന്നെ പള്ളിയിൽ നമസ്കരിക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് വരുമ്പോഴും അദ്ദേഹം പള്ളിയിൽ ജമാഅത്തിനുണ്ടായിരുന്നു. അല്ലാ എന്ന് പടച്ച റബ്ബിനോട് മലക്കുകൾ പറയുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അഥവാ ഒരു ദിവസത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലുമായി 2 തവണയായി ദിവസത്തിൽ മനുഷ്യ മാനവ നമ്മുടെ അമലുകളെ അല്ലാഹുവിലേക്ക് ഉയർത്തുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അമലിനെ ഉയർത്തുന്നത് ദിവസത്തിൽ എത്ര വട്ടം? 2 പ്രാവശ്യം. മനസ്സിലായില്ലേ? സുബഹിക്കും അസ്റിനും. പിന്നൊന്ന് ഉയർത്തുന്നത് ആഴ്ചയിലാണ് അമലുകളെ ഉയർത്തുന്നത്. ഏതൊക്കെ ദിവസം? തുർഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും മനുഷ്യന്റെ അമലുകളെ അല്ലാഹുവിലേക്ക് ഉയർത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആഴ്ചകളിൽ അമലുകൾ ഉയർത്തപ്പെടും. ഏതൊക്കെ ദിവസം? പറയും. തിങ്കൾ, വ്യാഴം. അതുകൊണ്ടാണ് ആ 2 ദിവസവും അമലിന് ഉയർത്തപ്പെടുമ്പോൾ എന്തുകൂടി നമുക്കുണ്ടാവട്ടെ? നോമ്പ്. തിങ്കളും വ്യാഴമല്ലേ നോമ്പ് പിടിക്കൽ സുന്നത്ത്. തിങ്കളാഴ്ച ദിവസത്തെ പറ്റിയുള്ള നോമ്പിനെ പറ്റി ചോദിക്കുമ്പോൾ മുത്തുനബി പറഞ്ഞത് ഫീഹി ഉലിതു, ആ ദിവസമാണ് എന്നെ പ്രസവിക്കപ്പെട്ടത്. നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്, സുന്നത്താൻ. അപ്പൊ തിങ്കളും വ്യാഴവും നോമ്പ് പിടിച്ചുകൊണ്ട് നിലകൊള്ളവേ ഒരു മനുഷ്യന്റെ അമൽ അല്ലാഹു ഉയർത്തും, ആഴ്ചകളിൽ ഉയർത്തും. അപ്പൊ നോമ്പുകാരനായി റബ്ബിന്റെ അടുക്കൽ അമലെത്തിയാൽ വലിയ സ്വീകാര്യത. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നൊന്ന് ഉയർത്തുക. ഇപ്പൊ ദിവസം പറഞ്ഞു, ആഴ്ച പറഞ്ഞു, പിന്നൊന്ന് ഉയർത്തുക മാസത്തിലാണ്, വർഷത്തിലാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, വർഷത്തിലാണ്. അതാണ് ശഅബാൻ മാസം. ശഅബാൻ മാസം പൂർണ്ണമായി, ആ മാസം പൂർണ്ണമായി അമലുകൾ ഉയർത്തപ്പെടുന്നതാണ്. അതുകൊണ്ടാണല്ലോ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നക തസൂമു ഫീ ഹാദാ ശഹർ. നബിയേ, നബിയേ, തങ്ങൾ ഈ പരിശുദ്ധമായ ശഅബാനിൽ നോമ്പ് പിടിക്കുന്നതായി, വല്ലാതെ അധികമായി നോമ്പ് പിടിക്കുന്നതായി കാണുന്നല്ലോ. മാ തസൂമു മിൻ ശഅബാൻ. തങ്ങൾ ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നത് പോലെ മറ്റൊരു ദിവസവും നോമ്പ് പിടിക്കുന്നതായി കാണുന്നില്ലല്ലോ റസൂലേ. എന്തേ കാരണം ഹബീബേ, ഹബീബേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വഹുവ ശഹ്റുൻ യുഗ്ഫലുൻ നാസു ബൈന റജബ വ റമളാൻ. പരിശുദ്ധമായ റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ ജനങ്ങൾ അമൽ ചെയ്യാതെ അശ്രദ്ധ വെക്കുന്ന മാസമാ. മാത്രമല്ല തുർഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ വഹുവ ശഹ്റുൻ. ഇതൊരു മാസമാണ്, മാസമാണ് സഹാബ. ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത തുർഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ പടച്ച റബ്ബിലേക്ക് മനുഷ്യൻ ചെയ്യുന്ന സർവ്വ അമലുകളെയും വർഷത്തിൽ അല്ലാഹു ഉയർത്തുന്ന സന്ദർഭമാണിതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫഅന ഉഹിബ്ബു അൻ ഉർഫ അമലി വഅന സായിമുൻ. നോമ്പുകാരനായിരിക്കെ, എന്റെ നോമ്പുകാരനായിരിക്കെ എന്റെ അമലിനെ ഉയർത്തപ്പെടുന്നതിന് ഞാൻ ഇഷ്ടം വെക്കുന്നു. ഞാൻ നോമ്പ് പിടിച്ചുകൊണ്ട് ഈ മാസത്തിൽ നിലകൊള്ളാനുള്ള കാരണം വർഷത്തിൽ എന്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ അതിൽ ഖനം കൂടാനാണ്, ആഖിറത്തിൽ വലിയ കൂലി ലഭിക്കാനാണ്. ഫഉഹിബ്ബു അൻ ഉർഫ അമലി വഅന സായിം.
നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകളെ ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടം വെക്കുന്നു ഹബീബ് റസൂലുള്ളാഹി. അപ്പം 3 രീതിയിലാണ് അമലുകൾ ഉയർത്തുക. ഒന്ന് ദിവസത്തിൽ പറഞ്ഞു, സുബഹിക്കും അസറിനും ഹദീസ് ഓതി. രണ്ടാമത്തേനും ഹദീസ് പറഞ്ഞു ആഴ്ചയിൽ ഉയർത്തപ്പെടും, തിങ്കളും വ്യാഴവും. മൂന്നാമത്തതും പറഞ്ഞു ഹദീസ് ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ശഅബാൻ മാസത്തിലാണ്, വർഷത്തിൽ അമലുകൾ ഉയർത്തും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെയാണ് സുബഹിയും അസറും ഒക്കെ വളരെ മഹത്തരമായത്. എന്തിനാണ് ഇപ്പൊ ഇത് പറഞ്ഞത്? മലക്കുകളെ റൊട്ടേറ്റ് ചെയ്യും. നമ്മുടെ നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ മലക്കുകളെ റൊട്ടേറ്റ് ചെയ്യും. റഖീബ് അതീദ് മാത്രമല്ല, മലക്കുകൾ വേറെയുണ്ട് നമ്മൾ അമലുകളെ രേഖപ്പെടുത്താൻ. അവർ മെയിൻ ആളുകളാണ്. ചീഫ് ഇമാം, ചീഫ് മുദരിസ് എന്നൊക്കെ പറയുന്ന പോലെ മെയിൻ അഹ്ലുകാരാണ് അവർ. അവർക്ക് കൂടെ വേറെ ആൾക്കാരുണ്ട് റെക്കോർഡിക്കലാക്കാൻ, അല്ല പക്ക ആക്കാൻ. ദിവസമായിട്ട് ഈ അമലുകളെ അങ്ങോട്ട് കയറ്റിക്കൊണ്ടു പോകും. അവരെ ഓരോ ദിവസം ഉള്ളത് കൊണ്ടുപോകാൻ സുബൈ മുതൽ അസർ വരെ ചെയ്തത് പടച്ച റബ്ബിലേക്ക് സബ്മിറ്റ് ചെയ്യും. അസർ മുതൽ ചെയ്യുന്നത് സബ്മിറ്റ് ചെയ്യും. അങ്ങനെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, എൻ്റെ പരിശുദ്ധമായ ഖബർ ഷരീഫിന്റെ ചാരത്ത് 2 മലക്കുകളെ അല്ലാഹു സന്നിവേശിപ്പിച്ചിരിക്കുകയാ. ആ മലക്കുകളുടെ ജോലി എന്തെന്നറിയുമോ? ലോകത്തിന്റെ ഏത് കോണിൽ നിന്നുകൊണ്ട് ആരൊരുവൻ എൻ്റെ മേൽ സലാത്ത് സലാമുകൾ വർഷിച്ചാലും ആ മലക്കുകൾ എന്നിലേക്ക് കൊണ്ടെത്തിക്കുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ലോകത്തുള്ള എല്ലാ സൃഷ്ടികളുടെ വർത്തമാനങ്ങളും കേൾക്കാനുള്ളതായ കാതിന്റെ കേൾവി ശക്തി അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ മലക്ക് നേരെ വന്നുകൊണ്ട് നീ ചൊല്ലിയിട്ടുള്ള സലാത്ത് മുത്തുനബിയുടെ അടുക്കലേക്ക് എത്തിക്കുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. മലക്കുകൾ വ്യത്യസ്തമാണ്, പല കോലത്തിലും രൂപത്തിലുള്ള ആളുകളുണ്ട്. ഏതായിരുന്നാലും വിശുദ്ധമാക്കപ്പെട്ടതായ റബീഉൽ അവ്വൽ മാസത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. പരിശുദ്ധ പ്രവാചകന്റേതാകുന്ന മദ്ഹ് കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ നാവിനെ പരിശുദ്ധിപ്പെടുത്തട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണീർ ഹസദും നീങ്ങുവാൻ ഉതകുന്നതാ. ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണീർ ഹസദും നീങ്ങുവാൻ ഉതകുന്നതാ. ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുനാ തഅ്വാ ഉസ്താദ് അവറുകൾ അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ഇന്നലെ അവിടുത്തെ ആണ്ടായിരുന്നു. എൻ്റെ ഉമ്മയുടെ ഉപ്പ കൂടിയാണ്. അല്ലാഹു അവിടുത്തെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അവിടുത്തെ അൽ മവാഹിബുൽ ജലിയയിൽ കുറിച്ചിട്ട വരികളാണ്. 18-ാമത്തെ വയസ്സിൽ ശൈഖുനാ അവറുകൾ തഅ്വാ ഉസ്താദ് അറബിയിൽ ഗദ്യ പദ്യ സമ്മിശ്രമായിട്ട് ഒരു മൗലിദ് തന്നെ രചിച്ചിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. 18-ാമത്തെ വയസ്സിൽ നമ്മുടെ പിള്ളേർ കഞ്ചാവ് അടിച്ചു നടക്കുക. ആ സമയത്ത് അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. അറബിയിൽ ഗദ്യപദ്യ സമ്മിശ്രമായിട്ട് മൗലിദ് രചിച്ചു. മൽഹറുൽ അത്തം എന്നാണ് അതിൻ്റെ പേര്. മൽഹറുൽ അത്തം മൗലിദിന്റെ പ്രചാരകനാണ്. മൗലിദ് ഓതാൻ വേണ്ടി നിർദ്ദേശിച്ച വ്യക്തിത്വമാണ്. മൗലിദ് ഓതാൻ വേണ്ടി അവിടുന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയ വ്യക്തിത്വമാണ്. വീട്ടിലും ഓതാൻ വേണ്ടി നിർദ്ദേശിച്ചവരാണ്. പറഞ്ഞ
പള്ളിയിൽ ഓതിയിട്ട് പിന്നെ വീട്ടിൽ ഓതാതിരിക്കണ്ട, വീട്ടിൽ പോയിട്ട് ഒരു ഹിക്കായത്തെങ്കിലും ഓതി. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മൗലിദാണല്ലോ സുബ്ഹാന മൗലിദ്. ആ മൗലിദിന്റെ സംക്ഷിപ്തമാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ച മൻഖൂസ് മൗലിദ്. മൗലൂദ് എന്നല്ല പറയാം, പിന്നെ എങ്ങനെ പറയാം? മൗലിദ്, അതാണ് അതിന്റെ ശരിയായ വാക്ക്, മൗലിദ്. സാധാരണക്കാരിൽ ചിലർ അങ്ങനെ തെറ്റിച്ച് പറയാറുണ്ട്, അതല്ല ഞാൻ പറയുന്നത്, എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. മൗലിദ് അങ്ങനെ സംസാരിക്കാം. മൻഖൂസ് എന്ന് പറഞ്ഞാൽ തന്നെ ചുരുക്കപ്പെട്ട മൗലിദ്. പള്ളികളിൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. മാഷാ അല്ലാഹ്, റബീഉൽ അവ്വൽ 1 ഇന്ന് മുതലൊക്കെ പാരായണം ചെയ്യപ്പെടുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് 30 ദിവസങ്ങളിലും മാത്രമല്ല, നമ്മുടെ എല്ലാ ക്ലേശങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും നീങ്ങാൻ പരിശുദ്ധ പ്രവാചകരോടുള്ളതാകുന്ന ഈ മദ്ഹ് കീർത്തനങ്ങൾ നമ്മുടെ വീടുകളിൽ പരിപൂർണമായി നിലനിന്ന് പോട്ടെ, മുടങ്ങരുത്. ഏത് സമയത്ത് എപ്പോഴൊക്കെ നമുക്കതിന് സാധിക്കുമോ അതിന് നമ്മളത് ചെല്ലണം. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കണം. അതിലൂടെ വലിയ ഖൈർ ബറകാത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും, ഉറപ്പ് തന്നെയാണ്. ഇത് അമൽ ചെയ്തുകൊണ്ട് നമ്മൾ അനുഭവിച്ചറിയേണ്ട വസ്തുതയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ നാവിനെ, നമ്മുടെ ശരീരത്തെയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കുക. ഇല്ലെങ്കിൽ അവസാന സമയത്ത് സക്കറാത്തിന്റെ ഹാലിൽ നിലകൊള്ളുമ്പോൾ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ നമ്മൾ വിറങ്ങലിക്കും. നിന്റെ നാവ് കൊണ്ട് നീ എന്ത് ചെയ്തു, നിന്റെ നാവിനിപ്പോൾ എന്താ അശക്തമാക്കിയതെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പറ്റാതെ വരും. എന്നാൽ ദിക്റും ഖുർആനുമായിട്ട് ജീവിതം നിലകൊള്ളിച്ചിട്ടുള്ള സഹോദരങ്ങൾക്ക് തീർച്ചയായും രക്ഷയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ചൊല്ലിക്കോ, യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക അദ ഹുലു ലിൽ ഹദീസി അമീമി മൗലായ സ്വല്ലി വസല്ലിം أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بإذا الكريم تجلى باسم منتقم مولاي أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمم مولاي صلي وسلم دائما أبدا للخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صلي وسلم دائما أبدا كلهم والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم مولاي صلي وسلم دائما أبدا كلهم يا ربي
واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم مولاي صل وسلم دائما أبدا بك خير الخلق كلهم وأذن لصحبي صلاة منك دائمتي وأذن لصحبي صلاة منك دائمتي على النبي بمنهل ومنسجم مولا يا صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا لهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف العشير كرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളതായ അടങ്ങാത്ത ഇഷ്കും അനുരാഗവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ആദ്യത്തേതാകുന്ന രാവിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അല്ലാഹുവേ, ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ടും മഹാത്മ്യം കൊണ്ടും ഞങ്ങളുടെ സർവ്വ പാപങ്ങളും വിട്ടുപുറത്ത് അഫ്വ് ചെയ്യണേ അല്ലാ. ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മനുഷ്യൻ മുത്തുനബിയുടെ സവിധത്തിലേക്ക് കടന്നു വന്നു.
വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ മതസ്സാഅതു യാ ഹബീബല്ലാഹ്, എന്നാണ് ലോകാവസാനം, എന്നാണ് ലോകാവസാനം, അന്ത്യനാൾ എന്നാണെന്ന് പറഞ്ഞു തരുമോ റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ഉടനെ ആ മനുഷ്യനോട് ചോദിച്ചു അത്രേ, മാദാ അഅദത ലക, ആ ലോകാവസാനത്തിന് വേണ്ടി നീ എന്താണ് തയ്യാർ ചെയ്തിട്ടുള്ളത്? ലോകാവസാനത്തെ കുറിച്ച് നീ ചോദിച്ചുവല്ലോ, ലോകാവസാനത്തിന് വേണ്ടി നീ എന്താണ് തയ്യാർ ചെയ്തിട്ടുള്ളത്? ഫഖാല റജുലു, ഉടനെ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഇല്ല റസൂലേ, ഒരുപാട് അമലുകളൊന്നുമില്ല, പക്ഷേ വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹ, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന സർവേശ്വരനായ സർവാധിപതിയായ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ പടച്ച റബ്ബിനെയും അവന്റെ പ്രിയപ്പെട്ടതാകുന്ന അടിമയാകുന്ന റസൂലാകുന്ന മുത്തുനബിയെയും വല്ലാതെ ഇഷ്ടം വെക്കുന്നുണ്ട് റസൂലേ, പ്രവാചകരോടുള്ള അനുരാഗം മാത്രമാണ് എനിക്കുള്ളത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ലോകത്തിന്റെ നായകന് പറയുകയാണ്, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടം വെക്കുന്നത് അവരോടൊപ്പമായിരിക്കും നാളെ എത്തുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വല്ലാത്ത വാക്യമാണ്. പാലോട്ട് പള്ളിയിലുള്ള കണ്ണൂരിലുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പഠിച്ചു വെക്കേണ്ട വാക്കാണ്. സിനിമാ നടന്മാരെ ഇഷ്ടം വെക്കുന്നവരെ, സീരിയൽ നടിമാരെ ഇഷ്ടം വെക്കുന്നവരെ, അവർ മുഖം മിനുക്കുന്ന ഫേഷ്യലിട്ടുകൊണ്ട് ജീവിതം ഹനിക്കുന്നവരെ, അവരുടെ പിറകെ കൂടുന്നവരെ, അവർ പോയ വഴിയെ പോകാൻ കൊതിക്കുന്നവരെ, നാളെ ആഖിറത്തിലെത്തുമ്പോൾ പടച്ച റബ്ബിന്റെ ദർബാറിലെത്തുമ്പോൾ ഈ സിനിമാ നടന്മാരുടെയും സിനിമാ നടിമാരുടെയും പന്ത് കളിക്കാരുടെയും ക്രിക്കറ്റ് കളിക്കാരുടെയും പിറകെ കൂടിയ നിനക്ക് അവരുടെ പിറകെ പോകാൻ പറ്റും? അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടം വെച്ചവനാണോ? ആ പ്രവാചകരോടുള്ള മഹബ്ബത്ത് വെച്ചവനാണോ? എങ്കിൽ മുത്തുനബിയോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാം. ആദരവായ പ്രവാചകൻ ലോകാവസാനത്തെ ചോദിച്ചു വന്നവനോട് നീ ആ ലോകാവസാനത്തിന് വേണ്ടി എന്ത് തയ്യാർ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല റസൂലേ, എന്റെ കൈ കാലിയാണ്, കാലിയാണ്, പക്ഷെ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള മഹബ്ബത്താണ്, മഹബ്ബത്താണ്. ഹബീബായ നബി തങ്ങളെ ഇഷ്ക് വെച്ചാൽ, ആ പ്രവാചകരോട് അനുരാഗം വെച്ച് പുലർത്തിയാൽ ഒരിക്കലും നീ പാഴാവുകയില്ല എന്നതിലേക്ക് ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു കേട്ടുകൊണ്ട് നിലകൊള്ളുന്ന മനുഷ്യനാണ്. മുത്തുനബിക്ക് 10 വർഷം ഖിദ്മത്ത് എടുക്കാൻ അവസരം കിട്ടിയിട്ടുള്ള പ്രമുഖനായ സ്വഹാബി വര്യനാണ്, സ്വഹാബിയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാ ഫരിഹനാ ബിശൈഇൻ ഫറഹനാ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മഅ മൻ അഹ്ബബ്ത. എന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ സന്തോഷം, സ്വഹാബത്താകുന്ന ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടായ ഏറ്റവും വലിയ ആനന്ദം, മറ്റൊരു ജീവിതത്തിലും കിട്ടാത്തതാകുന്ന സന്തോഷം, ഒരു ദിവസത്തിലും കിട്ടാത്തതാകുന്ന ആനന്ദമാണ് അന്ന് ഞങ്ങൾക്കുണ്ടായത്. ആദരവായ പ്രവാചകരുടെ വചനമാണ്, വചനമാണ്. നീ ആരെയാണോ ഇഷ്ടം വെക്കുന്നത് അവരോടൊപ്പമാണ് മഹ്ശറയിൽ, അവരോടൊപ്പമാണ് സ്വർഗത്തിൽ. ലോകത്തിന്റെ നായകന്റെ ഈ വചനമാണ് എന്റെ ഹൃദയത്തെ വല്ലാതെ ഇഷ്ടം വെച്ചത്, എനിക്ക് വല്ലാതെ ആനന്ദമുണ്ടാക്കി തീർത്തത്, എനിക്ക് വല്ലാത്ത സന്തോഷം കൊണ്ട് തീർത്തത്. എന്തേ കാരണമെന്നറിയുമോ? വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഇഷ്ടം വെക്കുന്നത് അല്ലാഹുവിനെയാണ്, അവന്റെ പ്രിയപ്പെട്ട പ്രവാചകനെയാണ്, മദീനയിലെ രാജകുമാരനെ
അങ്ങനെയാണ് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങള് മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകരോടുള്ള വല്ലാത്ത അനുരാഗമാണ് എന്റെ ഹൃദയത്തിലുള്ളത്. ഞാൻ ഇഷ്ടം വെക്കുന്നത് ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായി വൃന്ദത്തിൽ പ്രമുഖരാകുന്ന അബൂബക്കറിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയുമാണ്. ഞാൻ അവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ വല്ലാതെ ഇഷ്ടം വെക്കുന്നുണ്ടെന്ന് മാത്രമല്ല, എനിക്ക് അവരോടൊപ്പം ആകാൻ കൊതിയുള്ളവനാണ് ഞാൻ. അവരോടൊപ്പമാകും തീർച്ചയാണ്. എനിക്ക് അവരുടെ അമലുകളില്ലെങ്കിലും എനിക്ക് അവരോടൊപ്പം എത്താൻ പറ്റും. കാരണം മുത്തുനബിയുടെ ഈ വചനം എനിക്ക് വല്ലാത്ത സന്തോഷം പകർന്നുപോയി. ലോകാവസാനം ചോദിച്ചു വന്ന മനുഷ്യനോട് എന്താണ് അമൽ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ എന്റെ കൈവശം അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള മഹബ്ബത്ത് മാത്രമാണെന്ന് പറഞ്ഞപ്പോ, എങ്കിൽ നീ രക്ഷപ്പെട്ടവനാണ്, അവരോടൊപ്പം സ്വർഗത്തിനാണെന്ന് പറഞ്ഞ പ്രവാചകന് ആ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയട്ടെ,